കൺസ്ട്രക്ട്സ് ഏറ്റവും കുറവുള്ള റിലീജിയൻ ഇല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മ, സ്റ്റീരിയോടൈപ്സ് ഇതെല്ലാം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇവർ ഇതൊക്കെ ചെയ്തിട്ടും, അതായത് ഫീമെയിൽസിനെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാൻ റിസർവേഷൻ ഇതെല്ലാം ബോർഡ് എല്ലാ രീതിയിലും വെച്ചിട്ടും ഈ ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം ആണ് അവർ എക്സ്പെക്ട് ചെയ്തത്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ല അവർ പ്രൊവൈഡ് ചെയ്തത്, റിസർവേഷൻ എക്സ്ട്രാ ഇത് പ്രൊവൈഡ് ചെയ്ത് ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം കൊണ്ടുവരാൻ അവർ നോക്കി. പക്ഷേ അവിടെ സംഭവിച്ചത് വർഷം പോകുന്തോറും ഈ ഡിഫറൻസ് കൂടിയാണ് വരുന്നത്. ഫീമെയിൽസ് സ്റ്റെം ഫീൽഡിലേക്ക് പോകുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതിലേക്ക് എത്തുന്നതിനേക്ക് മുമ്പ് ഇങ്ങനെ പോകാനുള്ള കാരണം അതിനെപ്പറ്റി ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നിങ്ങൾ എത്രത്തോളം ഫ്രീ ചോയ്സ് കൊടുക്കുന്നു, അതായത് എത്രത്തോളം ജെൻഡർ ഈക്വലായി എല്ലാ സോഷ്യൽ കൺസ്ട്രെയിൻസും മാറ്റുന്നു, എല്ലാ ജോലികൾക്കും ഒരേ സാലറി, ഒരേ സോഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫീമെയിൽസും മെയിൽസും ഡിഫറെൻറ്റ്, അതായത് അവരുടെ നാച്ചുറൽ ബയോളജിക്കൽ രീതിയിലേക്ക് അവർ പോകും. ഫീമെയിൽസ് ബേസിക്കലി നർച്ചറിങ് ഇതിലേക്ക് പോകും, മെയിൽസ് സാധനങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യാനും ഫീമെയിൽസ് പീപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാനും പോകും. അത് ഇൻഹെറൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഇതാണ്. അതിനെപ്പറ്റി ടൈലർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും ഇൻഹെറൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഡിഫറൻസസ്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സ് നിങ്ങൾ എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നോ അപ്പോൾ ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അത്രത്തോളം മാഗ്നിഫൈ ചെയ്ത് വരും. സോ ഈ ഒരു കാര്യമാണ് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നടന്നത്. അതായത് ഫീമെയിൽസ് ഇത്രത്തോളം ഇക്വാലിറ്റിയും ഇത്രത്തോളം സോഷ്യൽ ഡെവലപ്മെൻറ്റും ഈ സോഷ്യൽ കൺസ്ട്രക്ട്സ്, റിലീജിയൻ, അങ്ങനെയുള്ള എല്ലാ സ്റ്റീരിയോടൈപ്സും സോഷ്യൽ സ്റ്റിഗ്മയും എല്ലാം ബാക്കോട്ട് പോയിട്ടും ഈ ട്രെൻഡ് അവരുദ്ദേശിച്ചതിനൊക്കെ ഓപ്പോസിറ്റ് പോയി. ഇതിനാണ് ജെൻഡർ പാരഡോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജെൻഡർ ഇക്വാലിറ്റി പാരഡോക്സ് അല്ലെങ്കിൽ ജെൻഡർ പാരഡോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നടന്ന ഈ കാര്യത്തെ പറ്റി എല്ലാവർക്കും കാണാൻ പറ്റും. അതിനെപ്പറ്റി വായിക്കുക. ഓക്കെ, സോ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി നടത്തിയൊരു സ്റ്റഡിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ. ഒരു മിനിറ്റ്, സ്റ്റഡി ഒന്നുകൂടിയും എടുക്കണം, ഒരു മിനിറ്റ്. ഓക്കെ, ദ ജെൻഡർ ഇക്വാലിറ്റി പാരഡോക്സ്. ഹലോ, ആരെങ്കിലും? ഓക്കെ, സ്റ്റോയിറ്റ് ആൻഡ് ഗിയറയുടെ ഒരു സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞത്. ദ ജെൻഡർ ഇക്വാലിറ്റി പാരഡോക്സ് ഇൻ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ. സോ ഇതിൽ സാമ്പിൾ സൈസ് 4 lakhിൻ്റെ അടുത്ത് സാമ്പിൾ സൈസ് വെച്ചുള്ള സ്റ്റഡി ആയിരുന്നു. 50+ കൺട്രീസിലെ ഇതിൻ്റെ ഡാറ്റ സാമ്പിൾ യൂസ് ചെയ്യാൻ കൃത്യമായിട്ട് പറഞ്ഞു. TI ഒരു മിനിറ്റ് ഒന്നുകൂടി നോട്ടെ, 1 second. ആദ്യത്തെ അവരെടുത്തത് പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെന്റ്, പിസ. അതായത് പിസ ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ സർവേ. പിസ അസസ്മെന്റ്സ് ഇൻ സയൻസ്, ലിറ്ററസി, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് മാത്സ് ആർ കണ്ടക്ടഡ് every 3 years ആൻഡ് ഇൻ ഈച്ച് സൈക്കിൾ വൺ ഓഫ് ദീസ് ഡൊമൈൻസ് ഇൻ സ്റ്റഡി ഇൻ ഡെപ്ത്. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലായത്, ഫസ്റ്റ് സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത് ഫീമെയിൽസും മെയിൽസും മാത്സ്, സയൻസ് ഈ സബ്ജക്ട്സിലെല്ലാം ഒരേപോലെയാണ് പെർഫോം ചെയ്യുന്നത്. സോ അതിലൊരു ഡിഫറൻസ് ഇല്ല. ഈ കറക്ഷൻ പറഞ്ഞു, 2 കറക്ഷൻ്റെ കാര്യം പറഞ്ഞതിൽ ഒരു കറക്ഷനിൽ മെയിനായിട്ട് ഇതാണ് വരുന്നത്. ഈ ഡിഫറൻസ് ഇല്ല, 50-50 ആണെന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ഡിഫറൻസ് വരുന്നത് രണ്ടാമത്തെ കാര്യമായ സ്റ്റെം ഡിഗ്രീസ്. അതായത് യുനെസ്കോ ആണ് ഏറ്റവും വലിയ എന്തായാലും ഡാറ്റാബേസ് അവരുടെ കയ്യിലാണ്. ദ യുണൈറ്റഡ് നാഷൻ എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട്സ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ എമംഗ് അതർ തിങ്സ് എഡ്യൂക്കേഷൻ. സോ 2012 to 2015 ഉള്ള ഡാറ്റയാണ് അവരെടുത്തത്. സോ ഇതിനേക്ക് വലിയൊരു ഡാറ്റ സോഴ്സ് അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, ഈ 2 ഡാറ്റ യൂസ് ചെയ്താണ് അവർ സ്റ്റഡി നടത്തിയത്. സോ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം, ജെൻഡർ ഇക്വാലിറ്റി കുറവുള്ള കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ സ്ത്രീകളാണ് സ്റ്റെം ഫീൽഡിൽ കൂടുതൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതായത് ജെൻഡർ ഇക്വാലിറ്റി കുറവുള്ള രാജ്യങ്ങൾ, സോഷ്യൽ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാത്ത കൺട്രീസ്, ജോബ് തമ്മിൽ ഡിഫറൻസ് ഉള്ളത്, അതായത് സാലറി, പേ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതിൻ്റെ കാര്യത്തിൽ ജോബുകൾ തമ്മിൽ ഡിഫറൻസ് ഉള്ള രാജ്യങ്ങളിൽ ഈ സ്റ്റെം ഫീൽഡിൽ പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതായത് ആഫ്രിക്ക, അതായിരുന്നു രണ്ടാമത്തെ ഒരു കറക്ഷൻ എന്ന് തോന്നുന്നു, അൾജീരിയ സംതിങ്, ആ ഒരു കറക്ഷനും അതാണ്. അതായത് അതും ഞാൻ കറക്റ്റാണ്. ആ സ്റ്റഡീനെ തന്നെ, അത് ഈ പറയുന്ന 2 കറക്ഷൻസും ആ സ്റ്റഡീനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ആഫ്രിക്ക, ഏഷ്യ, ഇല്ല, ഞാൻ പറഞ്ഞത് ഫസ്റ്റ് PISA, Program for International Student Assessment, is the world's largest educational survey. PISA assessments in science, literacy, reading, comprehension and mathematics are conducted every 3 years in cycle domains are studied in depth. Okay, അതിൽ 5,19,334 സ്റ്റുഡൻസിന്റെ 72 രാജ്യങ്ങളിൽ നിന്നുള്ള ഇതുണ്ട്, ഡാറ്റ ഉണ്ട്. സോ അതിനേക്കാൾ വലിയൊരു ഡാറ്റ പിസ
അതിൽ നിന്നാണ് സ്റ്റുഡൻസിന്റെ ഡാറ്റ എടുത്തത്. സ്റ്റെം ഡിഗ്രിയുടെ ആണ് യുനെസ്കോന്റെ എടുത്തത്, യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ എഡ്യൂക്കേഷൻ അത് അതിലാണുള്ളത്. ഓക്കെ, യുനെസ്കോന്റെ ഇതിൽ. ഓക്കെ, സോ ഇത് രണ്ടും വെച്ച് അവര് ഇത് ചെയ്തെന്ന് മനസ്സിലായത് ആഫ്രിക്ക, ഏഷ്യ അതുപോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, സോഷ്യൽ ഇക്വാലിറ്റി ഇല്ലാത്ത ഈ ഡിഫറൻസസ്, എക്കണോമിക്കൽ ഡിഫറൻസസ് ഉള്ള കൺട്രീസിൽ ഫീമെയിൽസ് സ്റ്റെം ഫീൽഡിലേക്ക് കൂടുതൽ പോകും. അതിന് കാരണം ഹൈ പേയിങ് ജോബ്സും സോഷ്യൽ സ്റ്റാറ്റസും ഇതും കാരണമാണ് എല്ലാവരും ഈ ജോബിലേക്ക് പോകുന്നത്. ഇത് മാറ്റി നിർത്തി എല്ലാ ജോബും ഒരുപോലെ സോഷ്യൽ അക്സെപ്റ്റൻസും സാലറിയും കൊടുത്തു കഴിഞ്ഞ് ഈ ഒരു പ്രഷർ മാറ്റി സോഷ്യൽ കൺസ്ട്രക്ട്സും സ്റ്റീരിയോടൈപ്സും മാറ്റി കഴിഞ്ഞാൽ ഇവർ സെലക്ട് ചെയ്യുന്ന ഫീൽഡുകളുടെ ഡിഫറൻസ് കൂടും. അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസിലെ പോലെ ഫീമെയിൽസ് സ്റ്റെം ഫീൽഡിലേക്ക് പോകുന്നതിൻ്റെ ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ബയോളജിക്കലി അവരുടെ നർച്ചറിങ് നേച്ചർ ഇല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് പീപ്പിൾ എന്ന നേച്ചറിലേക്ക് ഇവർ പോകും. സോ ഈ ഡിഫറൻസ് ആണ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ കണ്ടത്. ഈ സ്റ്റഡി അത് സ്കാൻഡിനേവിയൻ കൺട്രീസ് ഓക്കെ, നേഴ്സിംഗ്, ടീച്ചിങ് ഏറ്റവും പ്രൈം ഇത് ടീച്ചിങ് ആണ്, ഇല്ലെങ്കിൽ സോഷ്യൽ സർവീസ്, പിന്നെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഹിസ്റ്റോറിക്കലി ആയിട്ട് നോക്കുമ്പോൾ അത് സ്ത്രീകളുടെ പ്രൊഫഷൻ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സോ ഓക്കെ, പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, ഇതായത് പീപ്പിൾ, മെയിൽസ് മെജോറിറ്റി പ്രിഫർ ടു വർക്ക് വിത്ത് തിങ്സ് എന്ന് പറയും. പീപ്പിൾ, മെൻ പ്രിഫർ ടു വർക്ക് വിത്ത് തിങ്സ് ആൻഡ് വുമൻ പ്രിഫർ ടു വർക്ക് വിത്ത് പീപ്പിൾ. അതൊരു ബയോളജിക്കൽ ഡിഫറൻസ് കാരണം വരുന്നതാണ്. നർച്ചറിങ് നേച്ചറും മെയിൽസിൻ്റെ നേച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ആ ബയോളജിക്കൽ നേച്ചറാണ് ഇതിലും കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് എത്രത്തോളം നിങ്ങളൊരു സൊസൈറ്റിയിൽ സോഷ്യൽ കൺസ്ട്രക്ട്സ് എടുത്തു മാറ്റുന്നോ അത്രത്തോളം ബയോളജിക്കൽ കൺസ്ട്രക്ട്സ് കയറി വരും. ഇന്ത്യയിൽ അത് നടക്കാത്തതിന് കാരണം സോഷ്യൽ കൺസ്ട്രക്ട്സ് കൂടുതലായി നിൽക്കുന്ന കാരണമാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കാൻ കാരണം അവിടെ സോഷ്യൽ കൺസ്ട്രക്ട്സോ റിലീജിയനോ ഒരു ഫാക്ടേഴ്സും ഇല്ല, ഫിനാൻഷ്യൽ പ്രഷർ പോലും ഇല്ല. സോ ഫിനാൻഷ്യലി ഒരു പ്രഷർ ഇല്ല, സോഷ്യൽ പ്രഷർ ഇല്ല. കേട്ടില്ല. മെയിൽസ് എഞ്ചിനീയറിംഗ് interrupt ചെയ്താൽ we will move you to audience. Okay, here 5 minutes, give them space to say anything they want. Okay, we will get back to you. Thank you so much. അരവിന്ദിനെ കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യൂ. അരവിന്ദ്, ദീപക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. അരവിന്ദ്, മോഡറേറ്റർ മുഹമ്മദ്, ദിവ്യ ആരെങ്കിലും ഒന്ന് ഇൻവൈറ്റ് ചെയ്തോ. ഓക്കെ, സോ ഈ സ്റ്റഡീസിന്റെ ഈ സ്റ്റഡീസിന്റെ മെയിൻ കൺക്ലൂഷൻ, അതായത് എഡ്യൂക്കേഷൻ ലെവലിൽ ഫീമെയിൽസും മെയിൽസും തമ്മിൽ സയൻസ് മാത്സ് ഇതിൽ ഒരു ഡിഫറൻസും ഇല്ല, സെയിം പെർഫോമൻസ് ആണ്. അതാണ് മുമ്പ് ഒരു ഐക്യൂയുടെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞത്. ഐക്യു ഫീമെയിൽസും മെയിൽസും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് ഒരു സ്റ്റഡിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് സെയിം ആണ്. പക്ഷെ ചോയ്സസ് എത്രത്തോളം നിങ്ങൾ ഒരാൾക്ക് ഈ ചോയ്സസ് എടുക്കാനുള്ള ഫ്രീഡം കൂട്ടുന്നോ അത്രത്തോളം അവർ ഡിഫറെൻ്റ് ആയി പോകും. കാരണം അവർ അവരുടെ ഇഷ്ടത്തിനുള്ള ചോയ്സ് എടുക്കും. അവിടെ സോഷ്യൽ കൺസ്ട്രക്ട്സോ ഫിനാൻഷ്യൽ ഇതെല്ലാം മാറ്റി നിർത്തണം. ഇതെല്ലാം മാറ്റുമ്പോൾ ഈ ഡിഫറൻസസ് കൂടി വരും. ഇതാണ് ഈ സ്റ്റഡി പ്രൂവ് ചെയ്യുന്നത്. ഈ സ്റ്റഡി തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ 2 ഇതുണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടും കറക്ഷൻസ് ആണ്. ആ കറക്ഷൻസ് ഞാൻ കൃത്യമായിട്ട് രണ്ടും വായിച്ചു. അല്ലാതെ ഈ സ്റ്റഡീസോ ഈ റിസർച്ചോ ഒരു തരത്തിലും റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. ഈ 2 കറക്ഷൻസ് കഴിഞ്ഞ് ഇവരുടെ കൺക്ലൂഷൻ മാറിയായിരുന്നു? ഇല്ല, ഒന്നും മാറിയിട്ടില്ല. അരവിന്ദ് പറയും. കറക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്റ്റോർട്ടൻ ഗീറി സ്റ്റഡിയിൽ റിച്ചർഡ്സൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് 2 മെയിൻ ക്രിറ്റിസിസമാണ് റേസ് ചെയ്തത്. ഒരു കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവര് യൂസ് ചെയ്തത് ആബ്സലൂട്ട് നമ്പേഴ്സ് അല്ല. സ്റ്റഡിയിൽ ഇവർ പറഞ്ഞു ഇവര് നമ്പർ ഓഫ് റെപ്രസെന്റേഷൻ ആണ് എടുത്തേക്കുന്നത്, പക്ഷേ ആക്ച്വൽ ഡേറ്റയിൽ അവർ അതല്ല യൂസ് ചെയ്തേക്കുന്നതാണ് ഒരു ക്രിറ്റിസിസം. ഫോർ എക്സാമ്പിൾ, അൾജീരിയ ഒരു കൺട്രിയിൽ 53% സ്റ്റെം ഗ്രാജുവേറ്റ്സ് സ്ത്രീകളാണ്. സോ അൾജീരിയയുടെ സ്കോർ ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഹൈ ആയിട്ട് വരണം, പക്ഷേ സ്റ്റോർട്ടൻ ഗീറിയുടെ സ്റ്റഡിക്കകത്ത് അവരുടെ ലോ ആയിരുന്നു. അത് ഒരു ക്രിറ്റിസിസം ആയിരുന്നു. രണ്ടാമത്തെ ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ സ്റ്റോർട്ടൻ ഗീറി ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തായിരുന്നു, അവരൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ ഡേറ്റ ആ ഇൻഡെക്സിലോട്ട് വെച്ചപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കാണുന്നില്ല എന്നുള്ള 2 ക്രിറ്റിസിസം ആയിരുന്നു. ഇതിന് രണ്ടിനും സ്റ്റോർട്ടൻ ഗീറി 2020 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ യൂസ് ചെയ്തത് ആബ്സലൂട്ട് നമ്പേഴ്സ് അല്ല, അവർ കൺട്രോൾ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്തത്. ഫോർ ഇൻസ്റ്റൻസ്, അൾജീരിയയിൽ 53% സ്റ്റെം ഗ്രാജുവേറ്റ്സ് സ്ത്രീകളാണ്, അത് ശരിയാണ്. പക്ഷേ 63% ഗ്രാജുവേറ്റ്സും സ്ത്രീകളാണ്. സോ നമ്മൾ കൺട്രോൾ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ സ്കോർ അറൌണ്ട് 40 ആണ് വരുന്നത്. അതായത് 63% ഫീമെയിൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിട്ടും 53% മാത്രമേ ഉള്ളൂ സ്റ്റെം ഗ്രാജുവേറ്റ്സ്. അത് അവർ ക്ലാരിഫൈ ചെയ്തു. അവർ കൺട്രോൾ ചെയ്ത് 2 പേരും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും നമ്പേഴ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്തു, നോർമലൈസ് ചെയ്യാൻ വേണ്ടി. അതായിരുന്നു ഫസ്റ്റ് കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോയ്റ്റൻ ഗീരുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെൽബീയിങ് ഇൻഡെക്സ് പോലത്തെ ഒരു ഇൻഡെക്സ് ആണ്. ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ടേഴ്സറി എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ലൈഫ് സ്പാൻ, ഇങ്ങനത്തെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ മാൻ വേഴ്സസ് വുമൻ മെഷർ ചെയ്യുന്ന പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. സോ ഈ ഒരു സ്റ്റഡിയിൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കൂടുതൽ എന്താ യൂസ്ഫുൾ ആവും എന്നാണ് അവർ പറഞ്ഞത്. സ്റ്റോയ്റ്റൻ ഗീരുടെ ഇൻഡെക്സ് പറഞ്ഞ ഒരു വെൽബീയിങ് ഇൻഡെക്സ് ആണ്. സോ ഈ രണ്ട് ക്രിറ്റിസിസവും ഇവര് 2020 തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് അവരുടെ കൺക്ലൂഷനും മാറുന്നില്ല. ഓക്കെ, അരവിന്ദ് തോന്നുന്നു എനിക്ക് സുരേഷ് ഏട്ടന്റെ ഇത് ആശിഷ് തിരിച്ചു വരാം. സുരേഷ് ഏട്ടന്റെ ആർഗ്യുമെന്റിലോട്ട് തിരിച്ചു വരികയാണ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ, ഒരു കാര്യം കൂടി ഉള്ളൂ. ഈ സ്റ്റഡി റിസർച്ചർ ഒരു തരത്തിലും റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. മുമ്പ് ഒരാൾ പറഞ്ഞു അത് റെഫ്യൂട്ട് ചെയ്തു, ഒരു തരത്തിലും അത് റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. അത് റെഫ്യൂട്ടേഷൻ അല്ല, കറക്ഷൻ ആണ്. ആ പേപ്പറിന് റിവ്യൂട്ടിലാണ്. ഒന്നാമത്തെ കാര്യം കറക്ഷൻ വരുന്നത് 2020. ആശിഷ് വരാം, ടൈം തരാം പ്ലീസ്. ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് കാര്യം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാമോ? ഓക്കെ. അരവിന്ദ്, ഇതിന് എന്ത് പാരാമീറ്റേഴ്സ് കൺട്രോൾ സ്റ്റഡി നിങ്ങൾ പറയുമ്പോൾ സുരേഷ് ഞാൻ പറയണ ഇനി ആദ്യേ സുരേഷ് ഏട്ടൻ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവർ ഓൾറെഡി ഒരു റിസൾട്ട് സെറ്റ് ചെയ്തു. അതായത് ചോയ്സ് കൊടുക്കുന്നതിന് അനുസരിച്ച് ഇവർ നർച്ചറിങ് ഫീൽഡിലേക്ക് പോകും. അത് ഇവരുടെ കൺക്ലൂഷൻ ആണ്. ഓൾറെഡി കൺക്ലൂഷൻ സെറ്റ് ചെയ്തു. സ്കാൻഡിനേവിയൻ കൺട്രീസ് കംപ്ലീറ്റ് ചെയ്യട്ടെ സുഹൃത്തെ. നിങ്ങൾ ഈ പറയുന്ന ഡാറ്റ, അതേ ഡാറ്റ കളക്ഷൻ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ ഇന്ത്യയിൽ നടത്തിയെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ നടത്തുമ്പോൾ നിങ്ങൾ വെക്കുന്ന കണ്ടീഷൻ അല്ല ഞാൻ വെക്കുന്നത്. ഞാൻ വെക്കുന്ന കണ്ടീഷൻ ഗേൾസിന് ബുദ്ധി കൂടുതലുള്ളത് കൊണ്ടാണ് അവർ ഇത്തരം ഫീൽഡിലേക്ക് പോകുന്നത്. അത് എൻ്റെ കൺക്ലൂഷനാണ്. ഓക്കെ, എൻ്റെ കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. ഗേൾസിന് ബുദ്ധി കൂടുതലുള്ളത് കൊണ്ടാണ് ഫിസിക്സും മാത്തമാറ്റിക്സും സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യാണ്. എല്ലാ കോളേജുകളിലും പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നത് കുറേ ഗേൾസ് ആണ്. ഫീൽഡ് എടുക്കുമ്പോൾ കാണുന്നത് ഗേൾസിനെയാണ്. ഞാൻ എൻ്റെ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയാണ് ഇന്ത്യയിലുള്ള ഗേൾസിന് ബുദ്ധി കൂടുതലാണ്. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ബോധ്യമായിരുന്നു, വിശ്വസിക്കുന്നു. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം ഒരു മിനിറ്റ്. ഇപ്പം പറഞ്ഞ കാര്യം ക്ലിയർ. ഞാൻ ബ്രേക്കിംഗ് ആണോ? പിന്നെയും ഓക്കെ. ഇൻസ്റ്റൈൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. സുരേഷേട്ടന്റെ ആർഗ്യുമെന്റ് പറഞ്ഞ ബിക്കോസ് യു ഹാവ് ഓൾറെഡി സെറ്റ് എ കൺക്ലൂഷൻ, അതുകൊണ്ടാണ് ഈ ഡേറ്റയെ നിങ്ങൾ ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു എന്നുള്ളതാണ് കൺക്ലൂഷൻ. അതായത് വേറെ നോംസ്, അതായത് ഇപ്പൊ ഇത്ര ഒരു 4.5 lakhs പീപ്പിൾ അല്ലെ 5 lakhs പീപ്പിളിലൊക്കെ സ്റ്റഡി നടത്തുമ്പോൾ വേറെ സോഷ്യൽ ഇതായിട്ട് നടക്കുമ്പോൾ യു ഷുഡ് ബി കൺസിഡറിങ് അതർ സോഷ്യൽ നെംസ്. അതായത് ഈവൻ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ നമുക്ക് എന്താ പറയാ, ദർ ഇസ് എ മാസ്കുലിനിറ്റി ഓഫ് സ്റ്റെം ഡിഗ്രീസ്. അത് ആണുങ്ങൾക്ക് പറ്റിയതാണ് ഒന്നൊരു ബേസ് ബിലീഫ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, റിഗാർഡ്ലെസ് ഹൗ ഫ്രീ വിൽ ദേ ഹാവ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ദിസ് ഹാസ് ബീൻ ഒഫീഷ്യലി അഡ്രസ്ഡ് ബൈ യുനെസ്കോ ഇൻ ദെയർ ഡേറ്റ. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദേ ഹാവ് ഓൾറെഡി സെറ്റ് ദാറ്റ് ഫ്രം അത് ഈ സ്റ്റഡിയെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഈ വേറെ സോഷ്യൽ നോംസ് വി ഹാവ് ഇൻ കൺസിഡേർഡ്. യുനെസ്കോയുടെ ഒഫീഷ്യലായിട്ട് യുനെസ്കോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സോഷ്യൽ ഒരു സോഷ്യലായിട്ടുള്ള വോയിസ് ബ്രേക്ക് ആവുന്നു. കേൾക്കാമോ? ഇല്ല, റിജു ബ്രേക്ക് ആവണോ? റിജു പറഞ്ഞതിനോട് ഞാൻ ഒന്നുകൂടി ചേർത്തോട്ടെ. അത് ശരിയാണ്. അത് സ്കാൻഡിനേവിയൻ കൺട്രീസിലെ കാര്യം അത് ശരിയാണ്. അതിപ്പോ നമ്മുടെ ദിസ് ഇസ് ദി തിങ്, നമുക്ക് ഇങ്ങനെ ക്രോസ് കൾച്ചറലി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ നേരത്തെ സംസാരിച്ചത് ആരായിരുന്നു? ഇൻസൈൻ ആണോ? അതാണ് ഞാനും ചോദിക്കാൻ വന്നത്. സ്കാൻഡിനേവിയൻ കൺട്രീസില് സോഷ്യൽ കൺസ്ട്രക്ഷൻസ് ഇല്ല. അതൊരു വളരെ തെറ്റായ ധാരണയാണ്.
ഡിഫറെന്റ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് ഡിഫറെന്റ് സ്ഥലത്തുള്ളത്. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗും സ്റ്റെമ്മും ഉള്ള കോൺസെപ്റ്റ് അല്ല അവിടെ ഉള്ളത്. ഞാനിപ്പോ ഇരിക്കുന്ന ന്യൂസിലൻഡിലാണ്. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ബോയ്സ് ക്ലബ്ബ് പോലെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് അതിനകത്തുള്ളത്. അതിനകത്തുള്ള പെൺകുട്ടികൾ തന്നെ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിമൻ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നത് അവർ ദിവസവും നേരിടുന്ന ഡിസ്ക്രിമിനേഷൻസ്. അപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസിനകത്ത് സ്റ്റെമ്മിനകത്ത് ഈ ഉള്ള മാസ്കുലൻ കൾച്ചർ നമ്മുടെ നാടുമായിട്ടും, ഇപ്പൊ അൾജീരിയയുടെ കാര്യം പറഞ്ഞു, ഇവരിങ്ങനെ നമുക്ക് ക്രോസ് കൾച്ചറലി എളുപ്പം അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ 1. നമ്പർ 2, ഇങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ലേ, അതായത് ഇന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ എന്തോ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് കൂടുതലാണ്. ഇല്ല, ഇറ്റ്സ് ഡിഫറെന്റ്. എല്ലായിടത്തും ജെൻഡർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, വേറെ രീതിയിലാണ് എന്ന് മാത്രം. മനസ്സിലായോ? ലാസ്റ്റ് ഒന്നും കൂടി പറയാണ്, 80 വർഷം മുമ്പത്തെ കാര്യം എടുത്ത് നോക്കൂ. ടീച്ചിങ് ഒരു മാസ്കുലിൻ പ്രൊഫഷൻ ആയിരുന്നു. ജോസഫിൻ ടീച്ചിങ് എന്നല്ല പറഞ്ഞ പുള്ളി പറഞ്ഞ ആ ഒരു ഫീൽഡിങ്, അതായത് മോർ വിത്ത് പീപ്പിൾ, ടീച്ചിങ്, നഴ്സിംഗ്, ആ ഒരു സൈഡിലോട്ട് പോകാനാണ് താല്പര്യം ബിക്കോസ് ഓഫ് സർട്ടൻ ബയോളജിക്കൽ സയൻസ്. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും കൂടി എരൻ പറയണ്ടേ? അതുകൊണ്ട് എന്താ എരൻ പറഞ്ഞു വെക്കുന്നത്? ബുദ്ധി വേണ്ടേ? ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. I have moved her to the audience. Sorry. ഇത് കഴിഞ്ഞ് തിരിച്ചു വരാം. ജോസഫിൻ കംപ്ലീറ്റ്. So that this concept of teaching to be a feminine job is not a universal concept. It didn't exist at all times. Teaching used to be a male dominated field for a long time. അതിനുശേഷമാണ് നമ്മുടെ ടീച്ചിങ് എന്താണ്, ടീച്ചിങ് അതൊരു മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ, നമുക്ക് അതിനെപ്പറ്റിയുള്ള കോൺസെപ്റ്റ് ഒക്കെ മാറി മാറി വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്. സോ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എനി ജോബ് ആസ് മാസ്കുലിൻ ഓർ ഫെമിനിൻ, ഇറ്റ്സ് നൈദർ സ്റ്റേബിൾ നോർ യൂണിവേഴ്സൽ. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വെല്ലുവിളിയാണ് നടത്തുന്നത്. ഞാൻ നടത്തിയ കൺക്ലൂഷനെ നിങ്ങൾ എങ്ങനെ തെറ്റാണെന്ന് പറയൂ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട്ട് വരാം. എറൻ, അരവിന്ദ്, ഇൻസൈൻ, ദാനൂർ, ഞാൻ വരാം. ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് സമ്മറൈസ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് റിജു. അതിനല്ല, ദീപക് ഫായിസ് ഒന്ന് ആഡ് ചെയ്യണം, കാരണം നമ്മൾ 3:20 ഇവിടെ പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ പ്ലീസ് മോഡറേറ്റേഴ്സ് ആരാണോ എന്ന് വെച്ചാൽ ഒന്ന് ഇൻവൈറ്റ്. ദീപക് ഫായിസ്, ഫാസ്റ്റ് ഡി റേ, പിന്നെ ദീപക് തന്നെ ഒരു ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടാവും, ഒരു ഗൂഗിൾ ഇട്ടിരിക്കുന്നു. Bro, we are not going on 3:20, okay? We are just moderators. We are not arguing from their side. ഇൻസൈൻ ഇൻ എ നട്ട്ഷെൽ ഇതാണ് ആർഗ്യുമെന്റ്. അതായത് വാട്ട് സുരേഷ് ഏട്ടൻ ഈസ് ടെല്ലിംഗ്, ഒരു സോഷ്യൽ നോം കൺസ്ട്രെയിൻ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യേണ്ട ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതില് ഏകദേശം ഒന്നും ഒരു റിസൾട്ട് ആയിട്ട് എടുക്കാൻ പറ്റിയ പാരാമീറ്റേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് അതർ സോഷ്യൽ നോംസ്, എന്താണ് പറയുന്നത്, സോഷ്യൽ ബാരിയേഴ്സ്, അതല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഇതൊന്നും എടുത്തിട്ടില്ല. So if you are taking this study into consideration, you also have to take what Suresh Ettan said. അതായത് സുരേഷ് ഏട്ടൻ പറഞ്ഞത് തന്നെ എടുക്കണം. ഇവിടെ പോയി കൂടുതലും പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ PhD പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് പറയുമ്പോൾ മെൻ ആർ ഡംബ് എന്ന് പറയുന്ന ഒരു അസെപ്ഷൻ എടുക്കണം, വിച്ച് ഈസ് ഓൾസോ എ വേഗ് ആരിയർ, ബിക്കോസ് അത് ഒരു കൺട്രോൾഡ് സ്റ്റഡി അല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കുമോ എന്നാണ് ചോദ്യം. ദാറ്റ്സ് ദ നമ്പർ 1 തിങ്. സെക്കൻഡ് തിങ്, ജോസഫൈൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെയാണ്. എന്താണ് അവിടുത്തെ, it is not, even though they say they have a free will, there is still a psychological manipulation which goes into the women's side, saying that all these STEM degrees are masculine degrees. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തെ കാര്യം എന്താണ് ജോസഫൈൻ പറഞ്ഞത്? ഞാൻ why is teaching and this thing considered as a more എന്താണ് പറയുന്നത് masculine, more feminine job? അത് എനിക്ക് തോന്നുന്നു എറൻ പറഞ്ഞുകൊണ്ട് മോർ പീപ്പിൾസ് ജോബ് എന്നാണ് എറൻ ഉദ്ദേശിച്ചത് എന്ന് തോന്നി. മോർ പീപ്പിൾസ് ജോബ് വിച്ച് വുമൻ ഹാസ് എ ടെൻഡൻസി ടു ലിങ്ക് വിത്ത് വിമൻ പീപ്പിൾ മോർ എന്നായിരുന്നു ആർഗ്യുമെന്റ്. ഇത്രയുമാണ് 3 ആർഗ്യുമെന്റ്സ് ആണ് യു ഹാവ്. യു ക്യാൻ നൗ കൗണ്ടർ ഇറ്റ്. ഹൗ മച്ച് ടൈം യു നീഡ്? എത്ര സമയം വേണം? എറിൻ എത്ര ടൈം വേണം? അരവിന്ദ് ഒരു 5-10 മിനിറ്റ് അത് നമുക്ക് പറയാം. ഒരു 10 മിനിറ്റ്. ഓക്കെ. പിന്നെ റിജു ഒരു കാര്യം, ഇവിടെ ഫായിസിന് ആരോ, നിങ്ങൾ മോഡറേറ്റേഴ്സ് ആരോ ഉടായ്പ കളിക്കുന്നുണ്ട് കേട്ടോ. ഫായിസിനെ താഴത്തേക്ക് ആക്കുന്നുണ്ട്, ദീപകിനെ പ്ലീസ് ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അത് ഉറപ്പ് വരുത്താം ഇവർ രണ്ടുപേരും കയറി വരുമെന്നുള്ളത്. പ്ലീസ് ഫായിസ് ആൻഡ് ദീപക് രണ്ടുപേരും നിഖിൽ പ്ലീസ്. വേറെ ആരും? സുവീനുണ്ട്. ഫായിസ് ദീപക് ഒരു ഗൂഗിൾസ് ഇട്ടൊരു പിക്കാണ്. ഓക്കെ, ദീപക് അനലൈസ് ചെയ്തോളൂ.
പറഞ്ഞത് ഹാൻഡ് റൈസ് ഒരുപാട് പേരുണ്ട്. ജോസഫിൻ പ്ലീസ് മ്യൂട്ട്. ഫായിസ് റൂൾസ് അറിയാവില്ല. നോ We'll വൺ. pull them up, bro. We'll pull. ഹലോ ഹലോ പ്ലീസ് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറയാം ആരും ഇന്ററപ്റ്റ് ചെയ്യല് അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്. ഇഫ് യു കനോട്ട് സ്റ്റാൻഡ് ദിയർ ആർഗ്യുമെന്റ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ പറയട്ടെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ജോസഫീൻ പറഞ്ഞത് ടീച്ചിങ് ട്രഡീഷണലി പുരുഷന്മാർ ചെയ്തതായിരുന്നു, അതിനെ ഒരു മാസ്കുലിൻ ഫെമിനിൻ ജോബ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ. അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു ടീച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ നമ്മളൊരു പാറ്റേൺ കാണുന്നുണ്ട്. സ്ത്രീകൾ പീപ്പിൾ സെൻട്രിക് ജോബിലേക്ക് പോകുന്നതും പുരുഷന്മാർ തിങ് സെൻട്രിക് ജോബിലേക്ക് പോകുന്ന ഒരു ജനറൽ പാറ്റേൺ കാണുന്നുണ്ട്. അരവിന്ദ് ഒറ്റ സെക്കൻഡ്, ഈ തിങ്ക് സെൻട്രിക് ജോബിന് ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. എഞ്ചിനീയറിംഗ് പോലത്തെ ജോബ്സ് ഫോർ ഇൻസ്റ്റൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പുള്ളി സുരേഷ് എന്ന് പറഞ്ഞ പുള്ളി ചോദിച്ചത് ഓൾറെഡി നിങ്ങൾ എല്ലാ ബയസ് സെറ്റ് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഈ സ്റ്റഡി എങ്ങനെ നടന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സെൽഫ് റിപ്പോർട്ടഡ് ആണ്. ഈ പിള്ളേരോട് വലിയ സാമ്പിൾ സൈസ് എടുത്ത് ഇവരോട് ചോദിക്കുകയാണ്. ഒന്ന് അവരെ ടെസ്റ്റ് ചെയ്തു, ഒരു 2 hour ടെസ്റ്റ് കൊണ്ട് അവരുടെ അബിലിറ്റീസ് ടെസ്റ്റ് ചെയ്തു, അവരുടെ ലിറ്ററസി ടെസ്റ്റ് ചെയ്തു, പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത്. ഇത് അക്രോസ് കൾച്ചേഴ്സ് ഈ മാസീവ് സാമ്പിൾ സൈസിൽ ചോദിക്കുമ്പോൾ ബോയ്സിന്റെ ഇൻട്രസ്റ്റ് ജനറലി ഒരു ഫീൽഡിലോട്ടാണ്, ഗേൾസിന്റെ ഇൻട്രസ്റ്റ് ജനറലി ഒരു ഫീൽഡിലോട്ടാണ്. ആ ഒരു ഡൈവേർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി വേറൊരു കാര്യം ചോദിച്ചത്, സ്കാൻഡിനേവിയയിലും ജെൻഡർ നോംസ് ഇല്ലേ? സ്കാൻഡിനേവിയൻ നോംസ് ഉണ്ട്, ന്യൂസിലൻഡിയൻ നോംസ് ഉണ്ട്. ഇതെല്ലാം ശരി തന്നെ, അഗ്രി ചെയ്യുന്നു. ഒരു സ്ഥലത്തും 0 ജെൻഡർ നോംസ് ആണ് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ലിബറൽ സൊസൈറ്റിയെക്കാട്ടിൽ കൂടുതൽ ജെൻഡർ നോംസ് ആണെന്ന് നമുക്ക് അഗ്രി ചെയ്യാമോ? അരവിന്ദ് മുമ്പ് പറഞ്ഞ പോയിന്റിനെ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുവാണ്. പാരാമീറ്റേഴ്സിന്റെ കാര്യമാണ് സുരേഷ് ചേട്ടൻ ചോദിച്ചത്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 1995 മുതൽ 2010 വരെ ഇൻഫ്ലുവൻസ് ഓഫ് റെഡ് മീറ്റ് ഓൺ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ക്യാൻസറിന്റെ ഒരു സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പോൾ ഇവർ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഡു യു ഈറ്റ് ബർഗർ ഓർ റെഡ് മീറ്റ്, ഇത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. ഡു യു ഈറ്റ് റെഡ് മീറ്റ്? അവരിനൊരു സർട്ടൻ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ടായിരുന്നു. അതായത് സ്മോക്കിംഗ്, ഏജ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ലെവൽ, ഇതൊന്നും ഇവർ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ വാട്ട് ദേ ഹാവ് കൺക്ലൂഡഡ് വാസ് പീപ്പിൾ ഹൂ ഈറ്റ് റെഡ് മീറ്റ് ഹാസ് എ ഡയറക്റ്റ് കോറിലേഷൻ വിത്ത് എന്താണ് സ്റ്റൊമക് ക്യാൻസർ. ദാറ്റ്സ് വൈ റെഡ് മീറ്റ് ഈസ് ബാഡ് ഫോർ യു. അത് WHO ഒഫീഷ്യലായിട്ട് വന്ന് പറയുകയും ചെയ്തായിരുന്നു. ലേറ്റർ ദേ ഫൗണ്ടഡ് ദാറ്റ് തിങ് ഈസ് എന്താണ് അട്ടർ ഫെയിലുവർ. അപ്പം ആ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഈ 2 hours ഉള്ള ഇതായിട്ട് അല്ലാതെ ഹാവ് ദേ സെറ്റ് എനി പാരാമീറ്റേഴ്സ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ്. അതിനകത്ത് ഇപ്പം ഒരു സ്റ്റുഡന്റ് സെൽഫ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ആ എക്സാക്ട് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ ആ എർത്ത് ക്വേക്കുമായിട്ട് നിങ്ങൾക്ക് സയന്റിഫിക്കലി ചിന്തിക്കാനുള്ള പ്രൊപ്പൻസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇത് സെൽഫ് റിപ്പോർട്ടാണ്. ഐ എം ഹൈലി ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റഡ്, അങ്ങനത്തെ ഒരു സെൽഫ് റിപ്പോർട്ടഡ് സ്റ്റഡിയാണ്. സോ ഇതിനകത്ത് ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുന്നില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുന്നെങ്കിലും സാമ്പിൾ സൈസ് നോക്കുമ്പോൾ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ആ പാറ്റേൺ എക്സ്പ്ലനേഷൻ അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പൊ ഇതും കൂടെ ക്ലിയർ ആവും. അതായത് ഇവർ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയയിൽ ജെൻഡർ നോംസ് ഓൾറെഡി ഉണ്ട്, ഇത് മാസ്കുലിൻ ആണെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ ഒരു കൺട്രി സ്കാൻഡിനേവിയ പോലത്തെ ഒരു കൺട്രിയെക്കാട്ടിൽ കൂടുതൽ ട്രഡീഷണൽ മൈൻഡ് സെറ്റ് ഉള്ള കൺട്രിയാണെന്ന് എല്ലാവരും അഗ്രി ചെയ്യുന്നല്ലോ അല്ലേ? അതായത് ഒരു കൺസർവേറ്റീവ് ജോസഫിൻ പ്ലീസ്. No, you can't interrupt, Josephine. അതായത് ഈ ട്രഡീഷണൽ കൺട്രീസിൽ, അതായത് കൺസർവേറ്റീവ് ആയിട്ടുള്ള കൺട്രീസ് വേഴ്സസ് ലിബറൽ ആയിട്ടുള്ള വെസ്റ്റേണൈസ് ഇൻഡിവിജ്വലൈസ് കൺട്രീസിലെ വാല്യൂ സിസ്റ്റംസിലെ വ്യത്യാസം നമുക്കറിയാം. ഇവിടെയാണ് സ്ത്രീ വീട്ടിൽ ജോലി ചെയ്യണം, പുരുഷൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള വയസ്സ് കൂടുതലുള്ളത് കമ്പയർഡ് ടു സ്കാൻഡിനേവിയ. അതിന് ഡിസഗ്രിമെന്റ് ഇല്ലല്ലോ. ഇന്ത്യയിൽ സ്ത്രീ വീട്ടിലിരിക്കണം, പുരുഷൻ ജോലി ചെയ്യണം എന്നുള്ള വയസ്സും സ്റ്റീരിയോടൈപ്സും കൂടുതലാണ് കമ്പയർഡ് ടു സ്കാൻഡിനേവിയ. സ്കാൻഡിനേവിയയിൽ സ്ത്രീകളുടെ ചോയ്സ് കൂടുതലാണ്. സോ ഒരു കൺട്രിയിലും 0 ആണെന്ന് ഇവിടെ വാദിക്കുന്നില്ല. പക്ഷേ ഫ്രം എ മോർ റിജിഡ് സെക്സിസ്റ്റ് കൺട്രി, കോട്ട് ആൻഡ് കോട്ട് സെക്സിസ്റ്റ് കൺട്രി, ടു എ മോർ ലിബറൽ കൺട്രി പോകുമ്പോൾ നമ്മൾ കാണുന്നത്, സോ ട്രഡീഷണലി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജെൻഡർ ഡിഫറൻസസ് ഇനേറ്റ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സെക്സിസം സൊസൈറ്റിയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഡിഫറൻസസ് കുറഞ്ഞു വരണം. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സിസം മാറിയപ്പോഴത്തേക്ക്, അല്ലെ കമ്പാരിറ്റീവ്ലി മാറിയപ്പോഴത്തേക്ക് ഈ ഡൈവേർജൻസ് കൂടി വരിക. ഇതിന് എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആണ്. ജെൻഡർ ബിഹേവിയർ 2 കാര്യങ്ങളാണ്, കൾച്ചറലും ബയോളജിക്കലും. നമ്മൾ ഈ കൾച്ചറൽ ആസ്പെക്ട്സ് മിനിമൈസോ ന്യൂട്രലൈസോ ചെയ്യുമ്പോഴത്തേക്ക് ബയോളജിക്കൽ ആസ്പെക്ട്സ് കൂടുതൽ എക്സ്പ്രസ് ആവും. സോ സ്കാൻഡിനേവിയ പോലത്തെ കൺട്രീസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവര് സ്ത്രീകളുടെ മുകളിലുള്ള സെക്സസ് നോംസ് പറ്റുന്നത്രയും അവര് മിനിമൈസ് ചെയ്തിട്ട് ചോയ്സ് പറ്റുന്നത്രയും മാക്സിമൈസ് ചെയ്തു. ചോയ്സ് പറ്റുന്നത്രയും മാക്സിമൈസ് ചെയ്തപ്പോൾ സ്ത്രീകൾ ഒരു പർട്ടിക്കുലർ പാറ്റേണിലേക്ക് പോയി, പുരുഷന്മാർ ഒരു പർട്ടിക്കുലർ പാറ്റേണിലേക്ക് പോയി. അതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, അരവിന്ദ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സ്റ്റം ഡിഗ്രീസിൽ പെർഫോം ചെയ്ത ആൾക്കാരുടെ ഇതല്ലേ പറയുന്നത്?
ഹാവ് ദേ അനലൈസ് വാട്ട് വാസ് ദിയർ എന്താ പറയുന്നത് ഇത് രണ്ടിന്റെ പെർഫോമൻസ് അവർ അനലൈസ് ചെയ്തായിരുന്നോ? അതായത് ഒരു മിനിറ്റ് സുരേഷ് സാർ ഒരു മിനിറ്റ് ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സുരേഷ് സാറിന് ആഡ് ചെയ്യാം. അതായത് ഈ പെർഫോമൻസ് ആരൊക്കെ അവരിപ്പോ സ്റ്റെം സെൽസില് സ്റ്റെം ഡിഗ്രിയിൽ അറ്റംപ്റ്റ് ചെയ്ത മെൻ ആൻഡ് വുമന്റെ പെർഫോമൻസ് ഇൻഡെക്സ് അവർ അനലൈസ് ചെയ്തായിരുന്നോ? വാട്ട് വാസ് ദ പെർഫോമൻസ് ഔട്ട്കം? അത് കണ്ട് അല്ല എന്റെ ചോദ്യം അതാണ്, ഇങ്ങനെ ചെയ്തവരുടെ പെർഫോമൻസ് അവർ അനലൈസ് ചെയ്തായിരുന്നു? ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി. വർക്ക് സെറ്ററിൽ അത് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ എന്ത് സ്കെയിൽ യൂസ് ചെയ്യുന്നത്? അല്ല, അക്കാഡമിക് പെർഫോമൻസ്. അക്കാദമിക്കിൽ രണ്ടും സെയിം ആണ് എന്നാ പറയുന്നതിൽ. ഓക്കെ, ഡിഗ്രീസ് അല്ല, എലിമെന്ററി സ്കൂൾ അരവിന്ദ്. അല്ല, ഇവരിപ്പം ഈ സ്റ്റെം ഡിഗ്രീസിൽ ഹൗ വാസ് ദ പെർഫോമൻസ്? ഞാനത് പറയാം. അതായത് 15 to 16 ഇയേഴ്സ് ആ ഏജ് ഗ്രൂപ്പിലാണ് ടെസ്റ്റ് ചെയ്തത്. അതിൽ പറയുന്നത് ബോയ്സിന്റെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടുതലാണ്. അത് എറൻ പറഞ്ഞ ഡിഫറൻസ് ഇല്ല, എനിക്സാക്ട്ലി എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് രണ്ട് വഴി നോക്കാം. എറൻ പറയുന്നത് അബിലിറ്റീസിൽ വ്യത്യാസമില്ലെന്നാണ്. ഈ പേപ്പറിനകത്ത് പറയുന്നത് ബോയ്സിന്റെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് റീഡിംഗിൽ ഗ്രേറ്റർ ആണെന്നുള്ളതാണ്. അത് എക്സാക്ട്ലി എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. പക്ഷെ എറൻ പറഞ്ഞ പോയിന്റ് വെച്ച് പറയുമ്പോൾ ബേസിക്കലി അബിലിറ്റി സെയിം ആണ്. അബിലിറ്റി സെയിം ആകുമ്പോഴും ഇവര് സെൽഫ് റിപ്പോർട്ട് ചെയ്ത ഇൻട്രസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്, നല്ല സിഗ്നിഫിക്കന്റ് ഡൈവേർജൻസ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് ആണ് ഒരു മേജർ കാരണം പുരുഷന്മാരും സ്ത്രീകളും സ്റ്റെമ്മോ നോൺ സ്റ്റെമ്മോ ചൂസ് ചെയ്യുന്നതിന് അതിന് പിന്നില് ഈ ഇൻട്രസ്റ്റ്. ഒരു മിനിറ്റ്, അത് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അല്ല, ഒറ്റ മിനിറ്റ്. ഓക്കെ, കം ടു എ കൺക്ലൂഷൻ. ഓക്കെ, വി ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. കം ടു എ കൺക്ലൂഷൻ. പറഞ്ഞല്ലോ, ആ ഇൻട്രസ്റ്റിനെ പുഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൊസൈറ്റൽ സെക്സിസം. സൊസൈറ്റൽ സെക്സിസം ഹൈ ആയിട്ടുള്ള കൺട്രീസിൽ സ്ത്രീകളുടെ ചോയ്സ് കുറവാണ്. സൊസൈറ്റൽ സെക്സിസം കുറവായിട്ടുള്ള കൺട്രീസിൽ സ്ത്രീകളുടെ ചോയ്സ് കൂടുന്നു. ആ ചോയ്സ് കൂടുമ്പോഴത്തേക്ക് അവരുടെ ഇന്നേറ്റ് ഇൻട്രസ്റ്റ് മാനിഫെസ്റ്റ് ആയിട്ട് അവര് ഈ പറഞ്ഞ പോലെ പീപ്പിൾ സെൻട്രിക് ജോബ്സിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അരവിന്ദ് എപ്പോഴും എന്റെ ഇത് പറഞ്ഞില്ല. ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ആർ നോട്ട് ടേക്കിംഗ് സ്റ്റെം ഡിഗ്രീസ്, ഡു യു തിങ്ക് ദാറ്റ് മെൻ ഹാസ് എ ഇന്റലക്ച്വൽ സുപ്പീരിയോറിറ്റി ഓവർ വുമൻ? ചോയ്സ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇറ്റ് ഈസ് ജസ്റ്റ് എ സോഷ്യൽ നോം, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ് ഞാൻ തിരിച്ചു വരാം. എന്റെ പോയിന്റാണ് ആൻസർ. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും റിജു 1 സെക്കൻഡ്. ഇതേ ക്വസ്റ്റ്യനെയർ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ കണ്ടീഷൻ അല്ല ഞാൻ വെക്കുന്നത്. ഇതേ ക്വസ്റ്റ്യനെയർ എടുത്തിട്ട് ഞാൻ വെക്കുന്നത് ഇതാണ്: ഇന്ത്യയിലെ ഗേൾസിനാണ് ബുദ്ധി കൂടുതൽ. ഇതെന്റെ കൺക്ലൂഷൻ ആണ്. അങ്ങനെയാണ് റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത റിസൾട്ട് ഞാൻ എടുത്ത റിസൾട്ട് വെച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ വരും. നിങ്ങൾ സ്റ്റെം കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു കൺക്ലൂഷൻ ആണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ബോയ്സിനേക്കാൾ കൂടുതൽ ബുദ്ധി ഗേൾസിനാണ്. ഞാൻ അങ്ങനെ ഒരു കൺക്ലൂഷൻ നടത്തുന്നു. താങ്കൾ അത് അംഗീകരിക്കൂ? ഓക്കെ, ആൻസർ ചെയ്യാം. ആശിഷ് ജോസഫൻ, we will come back to you, please. ഇതൊരു നോൺസെൻസിക്കൽ സ്ട്രോമാൻ ആണ്. ഇവിടെ സ്ത്രീകൾക്ക് ബുദ്ധി കൂടുതലാണ് ഇവിടെ ആരും പറയുന്നില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പുള്ളി പറയുന്നത് സ്ത്രീകൾക്ക് ബുദ്ധി കൂടുതലാണെന്ന് പറയും. ഇവിടെ സ്ത്രീകൾക്കോ ബുദ്ധി കൂടുതലാണോ പുരുഷന്മാർക്ക് ബുദ്ധി കൂടുതലാണെന്നൊന്നും ആരും പറയുന്നില്ല. ഇവിടെ പറഞ്ഞ സിഗ്നിഫിക്കന്റ് ഇൻട്രസ്റ്റ് ഡിഫറൻസ് വരുന്നത് അവരുടെ ഇന്നേറ്റ് ഇൻട്രസ്റ്റിലാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടെ സ്ട്രോങ് ആർഗ്യുമെന്റ് ഞാൻ പറയാം. അവരുടെ സ്റ്റെം കണ്ടീഷനായിട്ട് റിലേറ്റ് ചെയ്തു. അത് സ്ട്രോങ് ആർഗ്യുമെന്റ് അതാ ഇൻഡിവിജ്വൽ പേഴ്സന്റെ ചോയ്സ് ആണ് സുഹൃത്തെ. അതെങ്ങനെയാണ് അവിടുത്തെ സോഷ്യൽ സെറ്റപ്പിനായിട്ട് കണക്ട് ചെയ്യുക? പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും പറയാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്സിസം കൂടുതലായിട്ടുള്ള കൺട്രീസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ കണ്ടു. സെക്സിസം കുറവായിട്ടുള്ള കൺട്രീസിൽ പർട്ടിക്കുലർ പാറ്റേൺ കണ്ടു. സോ ട്രഡീഷണൽ ഫെമിനിസ്റ്റ് തിയറി ശരിയാണെങ്കിൽ സെക്സിസം കുറയുന്നിടത്തോളം പുരുഷന്റെയും സ്ത്രീയുടെയും ഡിഫറൻസ് കുറഞ്ഞു വരണ്ടേ? അതല്ലേ ട്രഡീഷണൽ ഫെമിനിസ്റ്റ് തിയറി. പക്ഷേ ഇത് നമ്മൾ കാണുന്നത് സെക്സിസം കുറഞ്ഞു വരുമ്പോൾ സെക്സിസം 0 ആണെന്ന് ആരും വാദിക്കുന്നില്ല. ആ സ്ട്രോമാൻ വീണ്ടും കൊണ്ടുവരരുത്. സെക്സിസം 0 ഒരിടത്തും ആണെന്ന് നമ്മൾ വാദിക്കുന്നില്ല. പക്ഷേ റിലേറ്റീവ്ലി ഇഗാലിറ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ ചോയ്സ് മാക്സിമൈസ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്ത്രീകൾ ചൂസ് ചെയ്യുന്നത് പീപ്പിൾ സെൻട്രിക് ജോബ്സ് ആണ്. പുരുഷന്മാർ ചൂസ് ചെയ്യുന്നത് സ്റ്റെം പോലത്തെ, അത് പുരുഷന്മാരുടെ സ്റ്റെമ്മിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, വീണ്ടും സ്ട്രോമാൻ ഉയർത്തുന്നുകൊണ്ട് വീണ്ടും പറയുവാണ്, സ്ത്രീയുടെയും പുരുഷന്റെ ഇന്റലിജൻസിൽ വ്യത്യാസമില്ല. സ്ത്രീക്കും പുരുഷനും ഇൻട്രസ്റ്റിന് വ്യത്യാസമുണ്ട്. ആ ഇൻട്രസ്റ്റ് സൊസൈറ്റൽ സെക്സിസം കുറയുന്നിടത്തോളം അത് കൂടുതൽ ബ്ലോസമായി വരുന്നുണ്ട്.
ഓക്കെ, ഞാൻ അപ്പോഴും എന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സുരേഷ് പ്ലീസ് അല്ല ഞാൻ തിരിച്ചു വരാം സുരേഷ് ചേട്ടൻ കഴിഞ്ഞ് തിരിച്ചു വരാം. പ്ലീസ് സുരേഷ് ചേട്ടൻ ആശിഷ് തിരിച്ചു വരാം. സുരേഷ് ചേട്ടനും അരവിന്ദോടെ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺസ് ദാറ്റ് ഇസ് ഡൺ ഇവർ പറയുന്നത് ബിജു ഞാൻ പറയട്ടെ, ഇവർ പറയുന്നത് ഇന്ത്യയിൽ എന്താ പറയുന്നത് കൂടുതൽ സാലറി കിട്ടുന്ന ജോബ്സ് ഈ പറയുന്ന മേഖലയിൽ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ അതിലേക്ക് പോകുന്നത്. അതായത് വേറൊരു സോഷ്യൽ കണ്ടീഷനൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളതിന് അത്രയും ഇത് കിട്ടുന്നില്ല എന്ന് പറയേണ്ടത് ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ സെലക്ട് ചെയ്യുന്നതാണ്. ഈ ആക്സെപ്റ്റൻസ് ബോയ്സിനെ ബാധിക്കില്ലേ സുഹൃത്തെ? അവർക്ക് ഈ ആക്സെപ്റ്റൻസ് വേണ്ട ഇന്ത്യയിൽ? അവരെന്തിനാണ് താഴേക്കടയിലുള്ള ജോബിലേക്ക് പോകുന്നത്? എന്റെ ഒരു ചോദ്യമാണ്. അതൊരു സ്റ്റഡി നടത്തണ്ടേ? താങ്കൾ ഈ ഗേൾസിനെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്താൽ മതിയോ? ഇന്ത്യയിൽ അവർക്ക് ആക്സെപ്റ്റൻസ് വേണ്ടേ? ഇന്ത്യയിൽ ഈ ആക്സെപ്റ്റൻസ് വേണ്ടേ? അതെങ്ങനെയാണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക? എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക? ജോസഫൻ പ്ലീസ്, ഇത് കഴിഞ്ഞ് ബോയ്സും ഗേൾസും കൂടെ ഉള്ള സ്റ്റഡിയാണ് അത് നടക്കുന്നത് വെച്ചാല് ചോയ്സ്, അതായത് സ്ത്രീകൾക്ക് ചോയ്സ്, സെക്സിസം കൂടുതലായിട്ടുള്ള സ്ത്രീകൾക്ക് ചോയ്സ് ഇല്ലാത്ത സൊസൈറ്റീസിലാവുമ്പോൾ സ്ത്രീകൾക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് ഇഷ്ടമല്ലാത്ത, റിലേറ്റീവ്ലി ഇഷ്ടമല്ലാത്ത ഫീൽഡ് ആണെങ്കിൽ അവർക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നേ പറ്റൂ. പക്ഷേ ഒരു മിനിറ്റ് ദിവ്യ പ്ലീസ് ഒരു മിനിറ്റ്. ഓക്കെ അരവിന്ദ് ഒരു മിനിറ്റ്. സെക്സിസം കുറവായിട്ടുള്ള സ്ത്രീകൾക്ക് ചോയ്സ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ മുകളിൽ ആ പ്രഷർ ഇല്ല. അവർ റിലേറ്റീവ്ലി അവർ ഫ്രീ ആവുമ്പോൾ അവർ ചൂസ് ചെയ്യുന്ന ചോയ്സസ് ആണ് ഇങ്ങനത്തെ ചോയ്സസ്. ഓക്കെ അരവിന്ദ് ഒരു മിനിറ്റ് പ്ലീസ് സുരേഷ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുരേഷ് ചേട്ടൻ ഇതിന് മുകളിൽ കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചതിന് അരവിന്ദ് ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. ദിസ് വാസ് ഒഫീഷ്യലി ഫ്രം യുനെസ്കോ. അവർ പറയുന്നുണ്ട് ഗേൾസ് ഡിസഡ്വാൻറ്റേജ് ഇൻ STEM ഈസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് ഓവർലാപ്പിംഗ് ഫാക്ടേഴ്സ് എംബഡഡ് ഇൻ ബോത്ത് the socialization and learning processes. This includes social, cultural and gender norms which influence the way girls and boys are brought up, learn and interact with parents, family, friends, teachers and the wider community. These influences are a powerful force in shaping their identity, beliefs and behavior of choice. അതായത് സ്ത്രീകൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവർ അടുത്ത ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നത് എല്ലാം ഇതിനെ അഫക്ട് ചെയ്യും. രണ്ടാമത് പറഞ്ഞാൽ ഗേൾസ് ആർ ഓഫൻ brought up to believe that STEM subjects are masculine topics and that female ability in STEM is innately inferior to that males. അതൊരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷന്റെ ഒരു പാർട്ട് അവിടെ ഉണ്ട് that we can't ignore. While research on biological factors, beliefs and any factual basis for such beliefs, they persist and undermine girls' confidence, interest and willingness to engage in STEM subjects. അത് സ്കാൻഡിനേവിയൻ കൺട്രീസിലാണോ? This is officially from UNESCO citing please. This is officially from UNESCO citing the thing. The ദിവ്യച്ചി ഒന്നുകൂടെ ആൻസർ ചെയ്യും. Then കോഡ് നടക്കുന്നുണ്ട്, എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ ഒരു മുക്കാൽ ഒരു മിനിറ്റ് 15 minutes ഉണ്ട് both for ദിവ്യ, ആശിഷ് and സുരേഷ് ചേട്ടൻ. Don't interfere anyone, okay? Anyone can speak. Insane please. ഞാൻ പറഞ്ഞു. Insane please. Okay, I have some questions for Arvind. Arvind, are you quoting a particular study? Is it based on a particular study? Your Arvind can answer. You expect an answer back, right? Yeah. Your claim that when sexism കുറയുമ്പോ, equality കൂടുമ്പോ, the women will choose their subjects based on their the innate interest എന്നാണല്ലോ claim, അല്ലേ? അതാണോ claim? അതെ. Yes, that's the claim. Okay, so I'm asking you, which is the study you're quoting? Is it the STEM study in the Scandinavian countries? ദിവ്യ കഴിഞ്ഞ ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. Exactly. I just want the answer from you. The STEM study, Scandinavian countries. Okay, wait a minute. Okay, then where else? സ്കാൻഡിനേവിയ മാത്രമല്ല, പിസയുടെ സാമ്പിൾ സ്പേസ് ഉള്ള 30-40 കൺട്രീസിന്റെ ഒരു സാമ്പിൾ സ്പേസ് ആണ് 4.7 lakh. അത് ജസ്റ്റ് സ്കാൻഡിനേവിയ മാത്രമല്ല. നീ ചോദിച്ചോളൂ. Okay, so that's a sample size of എത്ര ആൾക്കാരുടെ സ്റ്റഡിയാ? 4.92 lakhs.
4.92, 4.7 lakh over how many countries? എത്ര കൺട്രീസ് ആണ് ഐ തിങ്ക് 40 എത്രയോ കൺട്രീസ് അല്ലേ? 45 something, 45. 45. Okay, and then our the general, and did they say in the study that was this stated in the study? Sexism കുറയുമ്പോ innate biological difference കാരണം പെൺകുട്ടികളുടെ ഇൻട്രസ്റ്റ് ആകുന്ന സ്റ്റഡിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ? സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഗവൺമെന്റ് പോളിസീസ് വർക്ക് ചെയ്യാത്തതിന്റെ ഫലം എക്സാക്ട്ലി. മുമ്പ് ഒരാൾ ഒരു ആർട്ടിക്കിൾ വെച്ചില്ലേ യുനെസ്കോ, സ്കാൻഡിനേവിയൻ കൺട്രീസിനെ പറ്റിയാണോ? ഈ പർട്ടിക്കുലർ സ്റ്റഡിയിൽ does it state biological differences കാരണം പെൺകുട്ടികളുടെ ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടെന്ന് ഈ പർട്ടിക്കുലർ സ്റ്റഡിയിൽ does it state it? യെസ്, അവരത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് Okay, അത് കൺക്ലൂഡ് ചെയ്ത്. So what are the variables that they have considered? So do they take sexism in all of these countries same ആയിട്ടാണ് അവർ എടുക്കണേ? Sexism ഒറ്റ ഫാക്ടർ ആയിട്ടാണ് അവർ എടുക്കണേ? That's what I'm asking. ഞാനിതൊരു 5-6 വട്ടം ആൻസർ ചെയ്തു. ഞാൻ വീണ്ടും ഒന്നുകൂടെ No, I'm asking you a question. Are they taking sexism as one block? 40 countries, let me make the question clear. 40 countries, we've taken a sample size from 40 countries. Where are these 40 countries? What are the 40 countries? You know what the 40 countries are? ഞാൻ 40 കൺട്രീസ് ലിസ്റ്റ് ചെയ്യണോ? Are they in Europe? Are they European countries? Do they involve whole global span? Because prejudices between the sexes, prejudices are different in different places. I live in UK. ഇവിടെ പെൺകുട്ടികൾക്ക് encourage ചെയ്യേണ്ട ആവശ്യമുണ്ട്. Europe, there is that prejudice. That prejudice, we didn't live in India with that prejudice. So the sexism is different in different places. That's why I'm asking it. ദിവ്യേച്ചി പ്ലീസ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ദിവ്യേച്ചി ഇനി ക്വസ്റ്റ്യൻസ് വേണ്ട, പ്ലീസ് ഗോ ഓൺ വിത്ത് യുവർ ആർഗ്യുമെന്റ് ഫോർ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു മിനിറ്റ് 15 minutes. ദിവ്യേച്ചി 15 minutes you can distribute between you, Ashish, and whoever it wants to be from this side, and we will go back to Aravind and Insane and whoever it is. Please, okay? Just one thing, after Divya, can I speak? After Divya, can I speak? Yeah, sure. Okay, sure. What I'm saying is, first of all, what are the 40 countries selected? What are the specific sexism factors, variables in each country? ഓരോ കൺട്രി ബ്ലോക്ക്, ഇപ്പൊ യൂറോപ്പിൽ ജനറൽ ആയിട്ടുള്ള ചില സെക്സസ്, ഇപ്പൊ ഈ സ്റ്റെമ്മിന്റെ കാര്യം യൂറോപ്പിൽ ഉണ്ട്. This is there. When I came to UK, I was shocked to know it was there. This is there here. It is there in Scandinavia. It is there generally. It is there in Europe. Okay. അത് വേറെ സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. സെക്സിസം ഓരോ സ്ഥലത്ത് വേറെ രീതിയിലാണ് നടക്കുക. Sexism is not a block that you can use as a variable. That's my first point. Second point is, it depends on what blocks of countries they've used. Have they used, ഒരു country, ഒരു ജപ്പാൻ എടുത്ത്, ഒരു സ്കാൻഡിനേവിയ എടുത്ത്, ഒരു എന്താ പറയാ പോളണ്ട് എടുത്ത്, അങ്ങനെയാണ് അവർ കൺട്രീസ് ചൂസ് ചെയ്തത്. അത് അവരെ ഓരോ ഈ സിമിലർ ആയിട്ടുള്ള sexist ideologies ഉള്ള കൺട്രീസിനെ ഒരു എടുത്തോ, or did they club them all together? Because it matters, It matters if they club them all together. Now, in Europe, it matters because if ഒരു മിനിറ്റ് ദിവ്യേച്ചി ഒരു മിനിറ്റ് അരവിന്ദ് അതിന് ആൻസർ തരുന്നതാണ്. പ്ലീസ് ഒരു മിനിറ്റ് ദിവ്യേച്ചി ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ സെയിം അല്ല ഒരു മിനിറ്റ് ഇൻട്രോ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് എന്താണ് റിക്വസ്റ്റ്? ഓക്കെ, അല്ല ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി തന്നെ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു നിങ്ങൾ ഇപ്പോൾ വന്നു കയറിയ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് പ്ലീസ് ഞാൻ പറയാം. ഇപ്പോൾ വന്നു കയറിയ കുറെ ആൾക്കാരുണ്ട്, ദിവ്യേച്ചി ഇപ്പം വന്നു കയറിയാണ്, അതുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലാതെ. അരവിന്ദ് പ്ലീസ് ടേക്ക് എ മിനിറ്റ്. ദിവ്യേച്ചി പ്ലീസ് അരവിന്ദ് ഒരു മിനിറ്റ്. ആക്ച്വൽ വേർഡ് സ്ത്രീകളുടെ ചോയ്സസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പോയിന്റ്. ദിവ്യ റേസ് ചെയ്ത പോയിന്റും റിജു റേസ് ചെയ്ത പോയിന്റും സെയിം പോയിന്റ് ആണ്. വീണ്ടും വന്ന പോയിന്റ് ആണ്. അതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ യുനെസ്കോ പറയുന്നു സ്ത്രീകൾക്കിടയിൽ ഇപ്പോഴും ജെൻഡേർഡ് ബിഹേവിയർ സൊസൈറ്റി എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിസഗ്രി ചെയ്യുന്നില്ല. ജെൻഡേർഡ് ബിഹേവിയറും കാര്യങ്ങളും സ്ത്രീകളുടെ ഉള്ളിൽ എല്ലാ I know what you're talking about. I've been hearing the same thing. ദിവ്യേച്ചി പ്ലീസ്, ഞാൻ ഇനി ചാൻസ് തരത്തില്ല. ഐ വിൽ കിക്ക് യു ഔട്ട്. ഒറ്റ മിനിറ്റ്, there is no interruption. Whatever he takes, Aravind, please say for 1 minute.
അതെ. സോ ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ ഡിസഗ്രി ചെയ്യുന്നില്ല. ഒരിടത്തും കൾച്ചറൽ നോംസോ സ്ത്രീകളുടെ മുകളിലുള്ള പ്രഷേഴ്സോ സീറോ ആണെന്ന് ആരും ആർഗ്യൂ ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു കൺട്രീസിൽ സ്ത്രീകൾക്ക് ചോയ്സ് മാക്സിമൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവിടെ ആരെങ്കിലും ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? കമ്പയർഡ് ടു ഇന്ത്യ, സ്കാൻഡിനേവിയയിൽ സ്ത്രീകൾ കൂടുതൽ ഫ്രീ ആണ്, അവരുടെ ചോയ്സ് എടുക്കാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡിബേറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. റിലേറ്റീവ്ലി ഫ്രീ ആയിട്ടുള്ള കൺട്രീസിൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് വെച്ചാണ് നോക്കുന്നത്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ജെൻഡർ ഗ്യാപ്പ് കുറവായിട്ടുള്ള കൺട്രീസിൽ ഈ എഡ്യൂക്കേഷൻ പാരാമീറ്റേഴ്സിലും പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ പാരാമീറ്റേഴ്സിലും എന്താ പറയുന്നത് ലൈഫ് സ്പാൻ പാരാമീറ്റേഴ്സിലും ഇതിനെല്ലാം സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണെന്നുള്ള ഒരു മെട്രിക് ഉണ്ട്, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ആ മെട്രിക് കുറയുന്നത്, ആ ഗ്യാപ്പ് കുറയുന്നിടത്തോളമാണ് നമ്മൾ ഇത് കാണുന്നത്. സോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വീണ്ടും വീണ്ടും റേസ് ചെയ്യുന്ന അതേ സെയിം ആർഗ്യുമെന്റ് ആണ്. യുനെസ്കോ പറഞ്ഞു സ്ത്രീകളുടെ മുകളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ശരിയാണ് അണ്ണ, ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളുള്ള കൺട്രീസും പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ള കൺട്രീസും കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പാറ്റേൺ കിട്ടുന്നത്. സോ ട്രഡീഷണലി ജെൻഡർ ഫെമിനിസ്റ്റ് തിയറി ശരിയാണെങ്കിൽ ഈ സ്ത്രീകളുടെ ചോയ്സ് കൂടുതലായിട്ടുള്ള കൺട്രീസിൽ വരുമ്പോഴത്തേക്ക് ഈ ജെൻഡർ ഡൈവേർജൻസസ് കുറയണ്ടേ? ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ചോയ്സസ് കുറവാണ്, സ്കാൻഡിനേവിയയിൽ സ്ത്രീകൾക്ക് ചോയ്സസ് കൂടുതലാണ്. ഇന്ത്യയിൽ നമ്മൾ സ്കാൻഡിനേവിയയിലേക്ക് പോകുമ്പോൾ ഈ ജെൻഡർ ഡിഫറൻസസ് കുറഞ്ഞു വരണ്ടേ? ഇത് എന്താ പറയുന്നത് പ്യൂർലി കൾച്ചറൽ ആണെങ്കിൽ. പക്ഷെ അങ്ങനെ അല്ല കാണുന്നത്. ഈ കൾച്ചറൽ കാര്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ഡൈവേർജൻസ് കൂടി വരുവാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് വീണ്ടും സെയിം ആൻസർ പറയുന്നത്. ഓക്കെ, എന്നാ ഞാൻ ദിവ്യ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഐ നോ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. ഇവിടെ നടന്നിട്ടുള്ള ഇത് ഞാൻ കുറെ നേരമായി കേൾക്കുന്നു. ഐ നോ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. മൈ പോയിന്റ് വാസ് ഈ സെക്സിസം ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് ഈ 40 കൺട്രീനെ ഒരുമിച്ച് എടുത്തിട്ട് സെക്സിസം ഇൻ വൺ കൺട്രി, sexism in one country, the sexist ideology in one country is different from the sexist ideology in another country. And for STEM subjects entry or STEM subjects interest ആണ് subject എന്ന് വെച്ചാൽ the only variable in the sexist ideology that matters is connected to the STEM ideology. ഇപ്പൊ ഒരു സ്ഥലത്ത് STEM ideologyയുടെ against ഒരു prejudice ഇല്ലെങ്കിൽ അവിടെ അത് മാറ്റർ ചെയ്യില്ല. ദാറ്റ് മേ ബി ആ കൺട്രിയിലെ സെക്സിസം കുറവായിരിക്കാം, ആ കൺട്രിയിലെ സെക്സിസം കൂടുതലായിരിക്കാം. പക്ഷെ when the subject of the study is the interest in STEM subjectsന് prejudice, sexism ideologyയിൽ STEM subjectsനോടുള്ള prejudice ഒരു സ്ഥലത്തുണ്ടോ അത് ഇല്ലയോ എന്ന് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതിന് പകരം we are going round and round in circles, saying sexism here കുറഞ്ഞു, സെക്സിസം കുറഞ്ഞു, ഇക്വാളിറ്റി കൂടി, സെക്സിസം കുറഞ്ഞു, ജെൻഡർ ഡിഫറൻസ് കുറയേണ്ട ആളെ അതൊക്കെ പറഞ്ഞു about the subject of STEM. So my point is, STEM-ന്റെ കാര്യം വരുമ്പോൾ the only thing that matters is in which country there is a prejudice against females taking STEM. And in those countries, if females are not don't seem to be interested in STEM, that means our prejudice is affecting them. Okay, what I'm saying is, അത് ഞാനൊരു study വെച്ചിട്ട് അത് പറഞ്ഞൊന്നുമല്ല ഞാൻ പറയുന്നത്. What I'm saying is, ഒരു study നടത്തുമ്പോൾ these social conditioning variables matter. അതിന്റെ specific variable ആണ് consider ചെയ്യേണ്ടത്. And we are talking in very, very generalized terms. ഓക്കെ, അരവിന്ദ് ഒരു മിനിറ്റ് ഒരു ഫുൾ ആർഗ്യുമെന്റ് വരുന്നുണ്ട് ഫോർ 10 minutes. അപ്പം ദിവ്യേച്ചി പറയുകയെന്ന് വെച്ചാൽ ദ പാരാമീറ്റേഴ്സ് യു ഹാവ് ടേക്കൺ ഫോർ ഇസ് വെരി വേഗ് ആൻഡ് ഇസ് വെരി വീക്ക് ആൻഡ് ഇറ്റ് വോണ്ട് സ്റ്റാൻഡ് ദ ഔട്ട്കം. അതല്ല ദിവ്യേച്ചിയുടെ ആർഗ്യുമെന്റ്. സോ ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് യു നീഡ് ടു ടേക്ക് കൺസിഡർ വെൻ യു ആർ അനലൈസിംഗ്. Okay, parameters are not specific and not unified. Okay, parameters are not specific and not unified. Okay, How can we do a study on 40 countries in STEM when the sexist ideology regarding STEM and women in each country is different? 67 countries, not 70. Make it 67, make it 70, make it whatever, doesn't matter. How can we take sexism as one block and not consider the specific variables where sexist one minute, Arvind, last warning for you. Divyechi, ഞാനാണ് മൂവ് ചെയ്ത ഫാസിയെ. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോണ്ട് ഇന്ററപ്റ്റ് എന്ന്. പുള്ളിയെ ഞാൻ ഈ ആർഗ്യുമെന്റ് കഴിഞ്ഞ് തിരിച്ചു കേട്ടിക്കോളാം. ദിവ്യേച്ചി, കൺട്രീസിന്റെ പേര് കേൾക്കണോ? ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അൽബാനിയ, അൾജീരിയ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, പിന്നെ ചൈനയിൽ വരുന്നത് ബെൽജിയം, ബ്രസീൽ, ബൾഗാരിയ, കാനഡ, ചിലി, ചൈനീസ് തായ്പേയ്, കൊളംബിയ, കോസ്റ്ററിക്ക, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്,
ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജോർജിയ, ജർമ്മനി, ഗ്രീസ്, ഹോങ്കോങ്, ഹംഗറി, ഐസ്ലാൻഡ്, ഇന്തോനേഷ്യ, അയർലാൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ, ജോർദാൻ, കൊറിയ, ലാറ്റ്വിയ, ലെബനൻ, ലിത്വാനിയ, ലക്സംബർഗ്, മക്കാവ്, മാക്ഡോണിയ, മാൾട്ട, മെക്സിക്കോ, മാൾഡോവ, മോണ്ടനെഗ്രോ, എനിക്ക് അറിയാത്തൊരു കൺട്രി, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ്, നോർവേ, പെറു, പോളണ്ട്, പോർച്ചുഗൽ, പോർട്ടോറിക്കോ, ഖത്തർ, റൊമാനിയ, റഷ്യൻ ഫെഡറേഷൻ, സിംഗപ്പൂർ, സ്ലോവാക് റിപ്പബ്ലിക്, സ്ലോവേനിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, തായ്ലൻഡ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ട്യൂണീഷ്യ, ടർക്കി, UAE, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഉറുഗ്വേ, വെനിസുല. ഓക്കെ, അല്ല ഒരു മിനിറ്റ് എന്റെ ഒരു ഡൗട്ടാണ്. ഡു യു തിങ്ക് ദാറ്റ് സെക്സിസം ഇൻ ലെബനൻ ആൻഡ് സെക്സിസം ഇൻ നെതർലാൻഡ് ഇസ് സെയിം? അല്ല ആശിഷ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ദിവ്യേച്ചി, ഞാൻ പറയാം. ഡു യു തിങ്ക് ദാറ്റ് സെക്സിസം ഇൻ ഓൾ ദീസ് കൺട്രീസ് ആർ സെയിം? ഇതാണ് ക്വസ്റ്റ്യൻ. This is what exactly Divyechi was trying to. Subject here. Let's not forget STEM. Okay. ഇല്ല സുരേഷോട് ഒരു മിനിറ്റ്, ആശിഷ് കഴിഞ്ഞിട്ട് സുരേഷോട്. അരവിന്ദ് പ്ലീസ്, 15 മിനിറ്റ് ഉണ്ട് ടൈം. അല്ല അരവിന്ദ് പ്ലീസ് 5 minutes പറഞ്ഞോളൂ. Okay, fine. So the first thing is that ഈ സ്റ്റഡി ഡൂബിയസ് ആണ്. ഈ സ്റ്റഡിയുടെ കറസ്പോണ്ടൻസ് ടൈം ലൈനെ തെറ്റായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. ഈ സ്റ്റഡിയുടെ അവസാനത്തെ 2020 ആ സ്റ്റഡി കറക്റ്റ് ചെയ്തുകൊണ്ടല്ല വന്നത്. 2018 ഈ സ്റ്റഡി വന്നു. 1.5 വർഷം ആൾക്കാർ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കി, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 2019 ഡിസംബർ മാസത്തിൽ ഓതേഴ്സിന് തന്നെ കറക്ഷൻ കൊടുക്കേണ്ടി വന്നു. ആ കറക്ഷന് റിബ്യൂട്ടിൽ കൊടുത്തുകൊണ്ട് 2020 അതായത് ഏറ്റവും അവസാനത്തെ കറസ്പോണ്ടൻസ് 2020 വന്നു. ഇവർ പറഞ്ഞിരിക്കുന്ന കറക്ഷൻ പോലും ശരിയല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റഡി തന്നെ ഡൂബിയസ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റഡിയിൽ ഒരിടത്തും അവർ പരിശോധിക്കാത്ത, അവർ എക്സ്പെരിമെന്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ അവർ കണ്ടെത്താത്ത കാര്യങ്ങൾ. കൺക്ലൂഷനിൽ ബയോളജിക്കൽ ഡിഫറൻസ് കാരണം സ്ത്രീകൾ പീപ്പിൾസ് ജോബിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺക്ലൂഷൻ ഇല്ല, അങ്ങനെ ഒരു ഡേറ്റ സെറ്റ് അവർ പരിശോധിച്ചിട്ടില്ല. ഒരു സ്റ്റഡീനെ എടുത്തിട്ട് അത് ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടി ആട്രിബ്യൂട്ട് ആ സ്റ്റഡിയിലുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. സോ ബിഫോർ എക്സ്പ്ലെയിനിങ് വൈ ദ സ്റ്റഡി ഇസ് ഡൂബിയസ്, ഐ വിൽ എക്സ്പ്ലെയിൻ ഇവർ ഈ പഠനത്തിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതിൻ്റെ ഇല്ല എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ആ സ്റ്റഡിയിൽ ഒരിടത്തും പറയുന്നില്ല ഇന്നേറ്റ്, അതായത് സ്റ്റഡിയിലെ റിസർച്ചിൽ ഒരിടത്തും പറയുന്നില്ല, അല്ലെങ്കിൽ അവർ പരിശോധിച്ചിട്ടില്ല ഇന്നേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബയോളജിക്കൽ ഡിഫറൻസ്. അത് ബ്രെയിൻ കെമിസ്ട്രിയിലായിരിക്കാം, ബ്രെയിൻ്റെ ഉള്ളിൽ അനാറ്റമിയിലായിരിക്കാം, മേ ബി ദ എമൗണ്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ന്യൂറോ ഗൈലൽ സെൽ, എന്ത് വേണമെങ്കിലും. ഇതൊന്നും അവർ പരിശോധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് അവർ നോക്കിയിട്ടുമില്ല. അപ്പം ബ്രെയിൻ ഡിഫറൻസസ് ഉണ്ട് എന്ന് പറയുന്ന വാദം തെറ്റാണ്. 2, ഈ സ്റ്റെമ്മിൽ ചൂസ് ചെയ്യാത്ത സ്ത്രീകളെല്ലാം ഇവർ പറയുന്ന സോക്കോൾ പീപ്പിൾസ് ജോബിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിച്ചിട്ടില്ല. ചുമ്മാ പറയാണ് സ്ത്രീകൾ പീപ്പിൾസ് ജോബിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കാതെ ഇവർ പറയാണ് സ്റ്റഡിയിൽ റിസർച്ച് ചെയ്യാത്ത കാര്യങ്ങളെ എടുത്തിട്ട് പറയണം പുരുഷന്മാരെല്ലാവരും വാട്ട് എവർ ദ തിങ് ജോബ് ദേ മെൻ, അവരെന്താണ് സ്റ്റീരിയോടിപ്പിക്കലി ഉദ്ദേശിച്ചത് അതിന്റെ പുറകെ പോകുന്നെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് തന്നെയും പിന്നെയും പറയുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ രാജ്യങ്ങളിലെ ലിസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായി, ഇവിടെ ഇത് കമ്പയർ ചെയ്യുന്ന ഇന്ത്യ സ്കാൻഡിനേവിയൻ രാജ്യത്തെ പറ്റി. ഇന്ത്യ ലിസ്റ്റിൽ ഇല്ലെന്നേ, ഇന്ത്യ ഇല്ലാത്ത ഇന്ത്യ എടുത്തിട്ട് ഇവിടെയാണോ അവിടെയാണോ സെക്സിസം കൂടുതലെന്ന് ചോദിക്കുക. അങ്ങനെ ഒരു കാര്യമില്ല. ഇവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അത് ജെൻഡർ ഗ്യാപ്പ് കുറവുണ്ടെന്ന് ഈ ഇൻഡെക്സ്, ഇതൊരു പ്രത്യേക ഇൻഡെക്സ് ആണ്. ഇത് എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഇൻഡെക്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രാജ്യങ്ങളിൽ സ്ത്രീകളാണെങ്കിൽ സ്റ്റെമ്മിലേക്ക് പോകുന്നതിന്റെ അളവ് കുറവാണ്. ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾ സ്റ്റെം ജോബ്സിലേക്ക് പോകുന്നത് കൂടുതലാണ്. ഇത് മാത്രമേ ഉള്ളൂ ആ പഠനത്തിൽ, വേറെ ഒന്നും അവർ കണ്ടുപിടിച്ചിട്ടില്ല. കൂടുതലാണെന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ആർഗ്യുമെന്റ് വിൽ ബി നോൺ സിഗ്നിഫിക്കൻ. ആകപ്പാടെ ഉള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് അവർ പറയുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിസർച്ചിൽ പറയുന്നതെന്ന് പറയുന്നത്, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രാജ്യങ്ങളിലെ സ്ത്രീകൾ സ്റ്റെം ജോബ്സിലേക്ക് പോകുന്നതിന്റെ കാര്യം കുറവാണ് എന്നാണെന്ന് മാത്രമാണ് പറയുന്നത്. എന്നിട്ട് ഈ പഠനത്തിന്റെ കറക്ഷൻ ആയിട്ട് അവർ പബ്ലിഷ് ചെയ്ത് എന്തുകൊണ്ട് റിലവന്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ആദ്യത്തെ പേപ്പറിൽ ഒരിടത്തും പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് പോലും പറയുന്നില്ല. ഒരിടത്തും അങ്ങനെ ഒരു വാക്കില്ല. എന്നിട്ട് രണ്ടാമത്തെ പേപ്പറിൽ പറയാണ്, അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞ വേറൊരു കാര്യം. എന്തോ പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത്? പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ഞാൻ മുമ്പ് വായിച്ചിരുന്നു എങ്കിലും പറയാം. ടെൻഡൻസി, ഇൻക്ലിനേഷൻ ആൻഡ് പ്രീ ഡിസ്പോസിഷൻ, ഇതാണ് പറയുന്നത്. എന്നിട്ട് രണ്ടാമതെടുത്ത പേപ്പറിൽ ഇവർ പറയുന്ന ഈ ബയോളജിക്കൽ ആർഗ്യുമെന്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താ, ബയോളജിക്കലി ഇവരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് കൾച്ചറലായിട്ട് ഡിഫറൻസ് ഉണ്ടാവില്ലെന്നാണ്. പക്ഷെ അങ്ങനെ ക്രോസ് കൾച്ചറലായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഇവർ എഗ്രി ചെയ്യുന്നത്. എനിവേ അത് വിടും.
അതിനുശേഷമാണെങ്കിൽ ടെൻഡൻസി, ഇൻക്ലിനേഷൻ, പ്രീ ഡിസ്പോസിഷൻ ഒക്കെയാണ് പ്രൊപ്പൻസിറ്റിയിൽ വരുന്നത്. പക്ഷെ ഇവർ ഉപയോഗിച്ച സാധനം എന്തുവാ? ഇവർ ഉപയോഗിച്ച ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പരിശോധിക്കുന്നത് പ്രൊപ്പൻസിറ്റി, ഇൻക്ലിനേഷൻ, ടെൻഡൻസി ഇതുമായിട്ട് ഏതെങ്കിലും ഒക്കെ വിധത്തിൽ എൻഗേജ് ചെയ്യുന്ന ഒരു ഡേറ്റയാണോ? അല്ല. ഇതില് ഇവർ പരിശോധിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ ഔട്ട്കം എങ്ങനെയാണ്, അതായത് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഔട്ട്കം എങ്ങനെയാണ്. ഇനി ഈ രാജ്യങ്ങളെ പരസ്പരം റാങ്ക് ചെയ്യാൻ വേണ്ടി അല്ല ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഈ സാധനം പറയുന്നത്. 2018, അതായത് രാജ്യങ്ങളെ ബെഞ്ച് മാർക്ക് ചെയ്യാനാണ്. ഓവർ ദ കോഴ്സ് ഓഫ് ടൈം രാജ്യങ്ങളെ മൊത്തത്തിൽ എടുക്കുമ്പോൾ രാജ്യങ്ങൾ എങ്ങനെ മാറുന്നു, മാറാതിരിക്കുന്നു എന്നതാണ്. അതല്ലാതെ ഇറ്റ് ഈസ് അൺക്ലിയർ വെദർ ടൂൾ ഡിസൈൻ ഫോർ റാങ്കിങ്, ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ട്രാക്കിംഗ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ കോറിലേഷൻ വിതൗട്ട് കൺസിഡറേഷൻ ഓഫ് കൺട്രി സ്പെസിഫിക് പാരാമീറ്റേഴ്സ്. അതാണ് മുമ്പ് സംസാരിച്ച കൺട്രി സ്പെസിഫിക് പാരാമീറ്റേഴ്സ് ആൻഡ് വാലിഡേഷൻ ഓഫ് ഇറ്റ്സ് കോമ്പോസിറ്റ് സ്കെയിൽ ആസ് എ മെഷർ ഓഫ് അപ്രോപ്രിയേറ്റ് ഫോർ കോറിലേഷൻ വിത്ത് വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ്. അത് നോക്കില്ല, കൺട്രി ബേസ്ഡ് പാരാമീറ്റേഴ്സ് ഇല്ല ഇതിന്. അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റില്ല. മറ്റേ വിഷയം ഞാൻ പറഞ്ഞു, പ്രൊപ്പൻസിറ്റിയും ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സും കൈകാര്യം ചെയ്യുന്ന വിഷയം സെയിം അല്ല. നേരത്തെ ആൾജിബ്രയിലെ അൾജീരിയയിലെ കണക്ക് ഞാൻ പറഞ്ഞു. ഞാൻ ഇനി ജസ്റ്റ് ഒരു കണക്ക് ചുമ്മാ. മറ്റൊരു പ്രശ്നം, ഈ സ്റ്റഡി ലോഞ്ചിറ്റ്യൂഡൽ അല്ല. യു ആർ മേക്കിംഗ് ആൻ ആർഗ്യുമെന്റ്. 2015 പിസ ഡേറ്റ ആണ് ഇതിന്റെ വരുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡൽ ഓവർ ദ ടൈം, ഓവർ എ ഡെക്കേഡ് പീരീഡ് ഓഫ് ടൈം, ഓവർ 20 years, ഓവർ 30 years, ഓവർ 40 years ഒന്നുമില്ല. അതായത് ഇവരൊരു കോറിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ പ്രശ്നങ്ങൾ ഞാൻ പറയാം, ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ്, ഇതൊരു ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി അല്ല. യു ആർ മേക്കിംഗ് ആൻ ആർഗ്യുമെന്റ്. സ്ത്രീകൾ ഇന്നേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്തു എന്ന് പറയുന്ന ആർഗ്യുമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റഡി ഇസ് നോട്ട് ലോഞ്ചിറ്റ്യൂഡൽ. അതെന്തൊരു വാദമാണ്, അതെന്ത് ക്രെഡൻഷ്യൽ ആണ് ആ സ്റ്റഡിക്ക്, ക്രെഡിബിലിറ്റി ആണ് ആ സ്റ്റഡിക്ക് കൊടുക്കുന്നത്. ഇനി ഒറ്റ സെക്കൻഡ് വെയിറ്റ് പോലെ. ഓക്കെ, ഞാൻ ഇനി ഈ സ്റ്റഡി ഇവര് കുറെ രാജ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ ഈ ഇവര് പറയുന്ന പാറ്റേൺ ഇതിന്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണേ. ഹംഗറി എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ലോ ആയിട്ട് പെർഫോം ചെയ്യുന്ന രാജ്യമാണ്. അവരാണെങ്കിൽ ഈ സ്റ്റെമ്മിന്റെ ഡിഗ്രി സ്ത്രീകളിൽ കൊടുക്കുന്ന ലിസ്റ്റ് ഇവർ വെച്ച് നോക്കുമ്പോഴത്തേന് 28ാമത്തെ സ്ഥാനമാണ്. എക്ടോണിയ എന്ന് പറഞ്ഞ രാജ്യം ജെൻഡർ ഗ്യാപ്പിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രാജ്യമാണ്. അത് സ്റ്റെമ്മിൽ 10ആണ്. അത് ഇവർ പറയുന്ന ആർഗ്യുമെന്റ് വെച്ചാണെങ്കിൽ എങ്ങനെ വരില്ല. എസ്റ്റോണിയ 10ാമത് വരില്ല, ഇത് മറ്റേത് 28. ഇനി പോളണ്ട് 2015 ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേനാണെങ്കിൽ അത് ജെൻഡർ ഗ്യാപ്പിൽ ലോ ആണ്. പക്ഷെ അതാണെങ്കിൽ സ്റ്റെം അവാർഡുകൾ നോക്കുമ്പോൾ 6ാമതാണ്. കുഴപ്പമില്ല, അവർ പറയുന്നത് ശരിയാവുന്നുണ്ട്. പക്ഷെ കൊറിയ എടുക്ക്, കൊറിയയിൽ ജെൻഡർ ഗ്യാപ്പും കുറവാണ്, സ്റ്റെമ്മിലുള്ള സ്ത്രീകളും കുറവാണ്. ഇവർ പറയുന്ന ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ നേരെ തിരിച്ചു വരണം. ജെൻഡർ ഗ്യാപ്പും കുറവാണ്, സ്ത്രീകളും കുറവാണ്, 45ാം സ്ഥാനമേ ഉള്ളൂ. മെക്സിക്കോ ജെൻഡർ ഗ്യാപ്പിൽ കുറവാണ്, 31. കുഴപ്പമില്ല, അല്ല കുഴപ്പമില്ലെന്നല്ല, അവരുടെ ആർഗ്യുമെന്റ് ശരിയല്ല. കാരണം ലോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ പ്രഷേഴ്സും മറ്റേതും മറിച്ചൊക്കെ കാരണം സ്ത്രീകൾ പോകണമെന്നല്ല പറയുന്നത്. ആർഗ്യുമെന്റിൽ തെറ്റാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ജെൻഡർ ഗ്യാപ്പിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൈ എന്ന് പറയുമ്പോഴത്തേന് ഇവരാണ് പറയുന്നത് ഹൈ എന്ന് പറയുമ്പോഴത്തേന് അതിനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, അവിടെ എത്രമാത്രം സെക്സിസം ഉണ്ട്, അത് എത്രമാത്രം സെക്സിസം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എന്നിട്ട് അവരെത്രയാണ്, സ്റ്റെമ്മിൽ 22ആണ് വരുന്നത്. അതായത് ലോ പെർഫോം ചെയ്യുന്ന മെക്സിക്കോ 31 കിടക്കുമ്പോൾ, സ്റ്റെം ജോബ്സിൽ സ്ത്രീകളെ പ്രാതിനിധ്യം കിടക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്ന 22ലാണ്. ഈ ആർഗ്യുമെന്റ് ഇവരുടെ ഡേറ്റ തന്നെ പരസ്പരം ഫാൾസിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്വീഡൻ ഹൈ ആണ് ജെൻഡർ ഇക്വാളിറ്റി, കുഴപ്പമില്ല. സ്വീഡന്റെ സ്റ്റെമ്മിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ, സ്ത്രീകളുടെ കണക്കെടുക്കുമ്പോൾ 21 വരത്തുള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനേക്കാളും ഭേദപ്പെട്ട രാജ്യമാണ് സ്വീഡൻ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ. പക്ഷെ സ്റ്റെമ്മിൽ വരുമ്പോൾ 21 വരത്തുള്ളൂ. അതായത് ഇതിനേക്കാളും മേളിലാണ്, 22ന്റെ മേളിലാണല്ലോ 21. സോ ഇവർ പറയുന്ന ഡേറ്റ പോലും ഇവരുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ ഇങ്ങനെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാറ്റേൺ പോലും ഇല്ല. ഇനിയും ജസ്റ്റ് വൺ മോർ പോയിന്റ് ഐ വാണ്ട് ടു മേക്ക്. പെട്ടെന്ന് ഇരിപ്പ് 5 മിനിറ്റ് ആയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കൊരു ടൈമാണ് റിജു, എനിക്കൊരു ക്ലാസ്. ഞാൻ ഒരുപാട് പോകുന്നില്ല. ഇനിയാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഇഷ്യൂസ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ട് പോകണം. അതായത് പെർസെന്റേജ് ഓഫ് വുമൺ ഇൻ സ്റ്റെം ഗ്രാജുവേറ്റ്സ് ആൾജിബ്രയുടെ കണക്കിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. ഇവരാണെങ്കിൽ എടുത്തിരിക്കുന്ന ഒരു യാതൊരു കൺസിസ്റ്റൻസി ഇല്ല. അവർക്ക് കൂട്ടണമെന്ന് കൂട്ടുമ്പോൾ കൂട്ടും, കുറയ്ക്കണമെന്ന് കൂട്ടുമ്പോൾ കുറയ്ക്കും. അതുപോലെ തന്നെ ഇവരുടെ പ്രൊപ്പൻസിറ്റി റേഷ്യോയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആദ്യം വ്യക്തമാക്കിയിട്ടില്ല. ഇവരുടെ ബേസിക് ആർഗ്യുമെന്റ് തന്നെ എന്നാന്നുള്ള കാര്യം ഫസ്റ്റ് പേപ്പറില. സെക്കൻഡ് പേപ്പറിലെ പ്രൊപ്പൻസിറ്റി ആർഗ്യുമെന്റ് കൊണ്ടുവന്നു. എന്നിട്ട് ഈ പ്രൊപ്പൻസിറ്റി അളക്കാൻ കൊള്ളാവുന്ന സാധനമാണോ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്? അങ്ങനെയാണോ വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്? അല്ല, പരസ്പരം കോൺട്രഡിക്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെന്താണ്
ഇവര് പറയുന്ന പിന്നാണെങ്കിൽ ഇതിൽ എക്കോളജിക്കൽ ഫാലസി ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് മൊത്തം ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്നാ പറയുന്നത്. അതെന്തൊരു വാദമാണ്, അത് ശരിയാവില്ല. കാരണം ഞാൻ ജസ്റ്റ് 2 points പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തും, അല്ല 3 point മാത്രം പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. അതായത് 1954 തോന്നുന്നു, 1951 എമിൽ ഡർക്കിൻസ് എന്ന് പറഞ്ഞ ഒരു പഠനമുണ്ട്. അതായത് പ്രൊട്ടസ്റ്റൻസ് ആയിട്ടുള്ള ആളുകള് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആത്മഹത്യ നിരക്ക് അവരിൽ കൂടുതലാണ്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വിശ്വാസികൾ ആത്മഹത്യക്ക് കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ദാറ്റ് സ്റ്റഡി വാസ് ആക്ച്വലി ഡീബങ്ക് ഇൻ 1995. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവർ പറയുന്നത് ഇന്ന് അങ്ങനെയല്ലല്ലോ, മിനിഞ്ഞാന്ന് അങ്ങനെയാണല്ലോ, അക്കാഡമിക്കിൽ എങ്ങനെ മാറി വരുന്നത്, അക്കാഡമിക്കിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പം 20 വർഷം കഴിഞ്ഞായിരിക്കും. വാക്സിൻ കാരണം ഓട്ടിസം ഉണ്ടാക്കും എന്നുള്ള പേപ്പർ റിട്രാക്ട് ചെയ്ത് 2012 അതായത് അങ്ങനെയാണ് അക്കാഡമിക്സ് വർക്ക് ചെയ്യുന്നത്. ഡൂബിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വരും. അപ്പം അതാണ്. അപ്പൊ എക്കോളജിക്കൽ ഫാലസിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇവര് പറയുന്ന ഒരു കാര്യം എന്താണ്, ആദ്യം പറഞ്ഞു പിന്നെ അത് മാറ്റിയെന്ന് തോന്നുന്നു. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സോക്കോൾഡ് വികസിത രാജ്യങ്ങളിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഇല്ലെന്ന്. അത് ഞാൻ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ഡേറ്റ പറഞ്ഞു. ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഇൻക്ലൂഡഡ് ഇറ്റ്, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഇറ്റ് ഷുവർ. 2018 നിന്നുള്ള സ്റ്റഡീസ് ഉൾപ്പെടെ ഉണ്ട്. അവിടെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എഫക്ട്, അതായത് ഏതാ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എഫക്ട്, അതൊരു സോഷ്യോളജിക്കൽ ഫാക്ടർ അല്ലേ? ബയോളജി ആണോ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എഫക്ട് എന്ന് പറയുന്നത്? ഒരു സോഷ്യോളജിക്കൽ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ പഠനത്തിൽ പറയാത്ത കാര്യങ്ങൾ പിന്നെ ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. അവർ സ്ത്രീകൾ സ്റ്റെമ്മിൽ പോകാതെ പീപ്പിൾസ് ജോബിൽ പോകുന്നു, ഇതൊന്നും അതിനകത്ത് കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താത്ത കാര്യങ്ങൾ, പരീക്ഷിക്കാത്ത കാര്യങ്ങൾ, ടെസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എടുത്തിട്ട് അത് ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്ന തെറ്റ്. സ്റ്റഡിയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഐ ജസ്റ്റ് വാണ്ട് കംപ്ലീറ്റ്. ആ സ്റ്റഡിയുടെ കാര്യത്തിലാണെങ്കിലും ആ ജേണലിൽ പോയി കഴിഞ്ഞാൽ ഫൈനലി 2020 വന്നിട്ടുള്ളത് ഒരു റിബ്യൂട്ടലാണ്, അല്ലാതെ ഇവരുടെ കറക്ഷൻ അല്ല. ഏറ്റവും അവസാനം സൈക്കോളജിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ജേണൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ളൂ. സോ ദാറ്റ്സ് മൈ പോയിന്റ്. Okay, thank you. Sorry. Still they got time. Suresh Ettan, 1 minute. Then you have 3 more minutes. Josephine can counter. Josephine പോയോ? റിജുവിനോട് റിക്വസ്റ്റ് ആണ്, ഇതല്ല ഇതിനെ പറ്റിയല്ല. ഇവിടെ ഒരാൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ജോസ്ഫിനും സുരേഷും ഇന്റർഫിയർ ചെയ്തിട്ട് താഴത്തേക്ക് ആക്കിയില്ല, ഫായിത്തിനും അത്ര ആക്കി. ഇതാണ് ബയാസ്ഡ് ആണ്. ബയാസ് ഇനി റിപ്പീറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ക്വിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞ they still have 5 more minutes. നിങ്ങൾ പറഞ്ഞപ്പോ ആരും ഇന്ററപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഞാനാണ് തട്ടിയത്. 5 മിനിറ്റ് ഉണ്ട്. യു കാണ്ട് ഇന്റർഫിയർ. സുരേഷ് carry on with your ഞാൻ എനിക്ക് ഒരൊറ്റ മിനിറ്റേ വേണ്ടു. ഇവർ പറയുന്ന കൺക്ലൂഷനെ ഞാൻ വേറൊരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം അരവിന്ദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ പോലുള്ള കൺട്രിയിൽ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരേണ്ടി വരുന്നു. അതായത് അവിടെ ബോയ്സ് പിറകോട്ട് പോകുന്നു. സ്റ്റെം കണ്ടീഷൻസിൽ ചോയ്സ് ഉള്ളത് കൊണ്ട് അവർ ലൈറ്റ് ആയിട്ടുള്ള ജോബ്സ് സെലക്ട് ചെയ്യുന്നു. ഞാൻ പറയുന്ന സുഹൃത്തെ, അതിന്റെ കൺക്ലൂഷൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: സ്ത്രീകൾ തന്ന ഔദാര്യമായിട്ട് ബോയ്സിന്റെ ജോലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ബോയ്ക്ക് കിട്ടുന്ന ജോലിയെ സ്ത്രീകളുടെ ഔദാര്യമായിട്ട് കണക്കാക്കേണ്ടി വരും അന്നേരം. കാരണം വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിറകോട്ട് പോകും. അതിന്റെ കൺക്ലൂഷൻ അങ്ങനെയും കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, ഇതാണ് ഫൈനൽ ആർഗ്യുമെന്റ് ദിസ് ഗൈസ് ഹാവ് ടു മേക്ക് എന്ന് ഞാൻ കരുതുന്നു. ആണേലും അല്ലേലും യു ഗൈസ് ഹാവ് എത്ര മിനിറ്റ് വേണം? 15 മിനിറ്റ് ടു കൗണ്ടർ. സംസാരിക്കട്ടെ സുജിത്ത്, നിങ്ങളുടെ 1 മിനിറ്റ് 15 മിനിറ്റ്. 1 മിനിറ്റ്. എന്താണ് ആരാന്ന് പറഞ്ഞു? സോറി, ജോസഫിൻ ഉണ്ടല്ലേ? 3 മിനിറ്റ് ഉണ്ട്. ജോസഫിനെ കണ്ടില്ല. ജോസഫിൻ ഞാൻ 3 മിനിറ്റ്. ഓൺലി 3 minutes 35. ഓക്കെ, 3 മിനിറ്റ് 30 സെക്കൻഡ്. ഓക്കെ, I would like to give my time up to someone else. ഇതുവരെ സംസാരിക്കാത്ത. All right, Sujat, go ahead. Malavika, can you talk can you add something to this discussion? Whoever want to take, you have 3 minutes. Malavika, can you ഇതിനകത്ത് ഈ ഒരു ഇത്രയും കോംപ്ലക്സ് ടോപ്പിക് ഒരു 3 minutes പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ഷോട്ട്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, സ്കാൻഡിനേവിയൻ കൺട്രീസില് എന്താണ് സെക്സിസം കുറയുമ്പോഴത്തേക്ക് ബയോളജിക്കൽ ഡിഫറൻസസ് ആംപ്ലിഫൈഡ് ആകും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സെക്സിസം കുറയുന്നുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിന് സെക്സിസം ഏത് പാരാമീറ്റേഴ്സ് വെച്ചാണ്, നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു ദിവ്യ സംസാരിച്ച പോലെ, സെക്സിസം ഏത് പാരാമീറ്റേഴ്സ് വെച്ചാണ് നിങ്ങൾ അളക്കുന്നതെന്ന് പറയണം. ഇപ്പം
സെവറൽ സ്റ്റഡീസ് സ്കാൻഡിനേവിയൻ കൺട്രീസിനെ കുറിച്ച് തന്നെ വന്നിട്ടുണ്ട്. അതില് ഈ ഒരു വിഷയത്തിൽ, അതായത് ജെൻഡർ ഇക്വാലിറ്റി പാരഡോക്സ് എന്നാണ് ഈ നോർഡിക് കൺട്രീസിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിലെ ഇഷ്യൂനെ പറയുന്നത് തന്നെ. ഇതില് നിമ സനൻദാജി എന്ന് പറഞ്ഞ റിസർച്ചറുടെ വർക്ക് തന്നെ വന്നിട്ടുണ്ട്. അതിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സെക്സിസം എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വർക്കിംഗ് പോലുള്ള ഒരു കാര്യമാണ്. അത് ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിൽ വരെ എംബഡഡ് ആണ്. അത് റിലീജിയൻ വെച്ച് മാത്രം നമുക്ക് റിലീജിയൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വെച്ച്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇൻഡീസസ് വെച്ചിട്ട് മാത്രം അളക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിൽ പല കൺട്രീസിലും ഇൻക്ലൂഡിങ് നെതർലാൻഡ്സ് നോക്കുകയാണെങ്കിൽ ജെൻഡർ റോൾസ് വളരെ വെൽ ഡിഫൈൻഡ് ആണ്. ഈ ജെൻഡർ റോൾസിലേക്ക് തന്നെയാണ് വിമണിനെ പലപ്പോഴും ഗവൺമെന്റ് പോളിസി മേക്കേഴ്സ് കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോളിസി മേക്കിങ്ങിൽ കോട്ട് ആൻഡ് കോട്ട് വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വെക്കുന്ന പല കാര്യങ്ങളും ഇതിന്റെ ഒരു ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. ബാക്ക് ഫയർ ചെയ്തിട്ട് ഈ ജെൻഡർ റോൾസിനെ കുറച്ചും കൂടെ കോൺക്രിറ്റൈസ് ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, ഒരു 1.5 year മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്, ഇത് പല സ്ഥലങ്ങളിലും ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ അഫർമേറ്റീവ് ആക്ഷൻ നേരെ ചൊവ്വേ ഡെമോഗ്രഫിക് സ്റ്റഡി നടത്താതെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഇഷ്യൂസ് സ്കാൻഡിനേവിയൻ കൺട്രീസിലുണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസിലെ ആന്ത്രപ്പോളജി ഉൾപ്പെടെയുള്ള സോഷ്യൽ സയൻസ് വിഭാഗങ്ങൾ വലിയ ഗ്രോത്ത് വന്നിട്ടില്ലാത്തതാണെന്നും ഓർക്കണം. അതിപ്പം ഓസ്ലോയിലെ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലെ പോലെയുള്ള ആൾക്കാര് തന്നെ ഇത് മുമ്പോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഓൺ ദ വൺ ഹാൻഡ് ഇത് ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിന്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഹൈ ടാക്സേഷൻ ഉള്ള സ്ഥലങ്ങളില് വിമന് പെർട്ടിക്കുലർലി മെയിൽ ഡോമിനന്റ് ആയിരുന്ന സ്ഥലങ്ങളില് ബ്രേക്ക് ത്രൂ ചെയ്യാൻ ഡിഫിക്കൾട്ട് ആണെന്ന് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 12 മേജർ പേപ്പേഴ്സ് എങ്കിലും ഇതിനെക്കുറിച്ച് എക്കണോമിക്സിന്റെയും പർട്ടിക്കുലർലി ഫിനാൻസ് മാർക്കറ്റ് സ്റ്റഡീസിന്റെയും പേപ്പേഴ്സ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ അഭിജിത് ബാനർജി ഉൾപ്പെടെയുള്ളവരുടെ വർക്കിൽ ഇപ്പോൾ എക്കണോമിക്സിൽ ഇത് പറയുന്നുണ്ട്. ഹൈ ടാക്സേഷൻ റേറ്റ്സ് എങ്ങനെയാണ് വിമണിനെ കെയർ ഗീവിംഗ് സ്റ്റാറ്റസിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. മാളവിക ഒരു മിനിറ്റ് മാളവികയുടെ പോയിന്റ് 3 മിനിറ്റ് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് ഞാനൊരു 4 മിനിറ്റ് തരാം. സെയിം ടൈം വിൽ ഗോ ടു യുവർ ഗൈസ്. യു ഗൈസ് വിൽ ഗെറ്റ് എക്സ്ട്രാ 5 minutes. സോറി. ഓക്കെ, താങ്ക് യു റിജു. ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. Whatever time they are taking, you will get that time. Okay, please. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ തന്നെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കോളൂ. ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിലെല്ലാം തന്നെ വിമനിന് യൂണിവേഴ്സിറ്റിയിലോട്ട് മച്ച് ലെസ് സ്റ്റെം ഫീൽഡ്സ് യൂണിവേഴ്സിറ്റിയിലോട്ട് ആദ്യം പ്രവേശനം കിട്ടുന്നത് ആസ് ലേറ്റ് ആസ് 1860s ആണ്. 1850s അവസാനം അല്ലെങ്കിൽ 1860s 1400s തൊട്ട്, അതായത് 1450s ഒക്കെ തൊട്ട് ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെ നാച്ചുറൽ ഹിസ്റ്ററി ലാബ്സ് വരുന്നുണ്ട്. എൻലൈറ്റൻമെന്റിന്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ സയൻസ് സ്റ്റഡീസിലോട്ട് ഉള്ള ഒരു മൂവ് ഉണ്ട്. അപ്പൊ 400 വർഷം വിമൻ ഇതിലോട്ട് വരുന്നില്ല. അപ്പൊ ഒരു 400 year എഡ്ജ് ഇവിടെ മെയിൽസിന് ആ ഒരു ഇടത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ 400 years is more than enough for a network to become very biased towards any gender. അതിപ്പം നമുക്ക് ഏത് സ്റ്റഡീസിലും ഇത് കാണാൻ പറ്റുന്നതാണ്. അപ്പം 1850s വിമൻ എൻറ്ററും ചെയ്യുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റീസിൽ ചില യൂണിവേഴ്സിറ്റീസെ വിമൺ ഓപ്പൺ അപ്പ് ആവുന്നുള്ളൂ, എല്ലാ യൂണിവേഴ്സിറ്റിയും ഓപ്പൺ അപ്പ് ആകുന്നില്ല. യൂണിവേഴ്സിറ്റീസിൽ തന്നെ പർട്ടിക്കുലർലി സയൻസ് ഫീൽഡ്സിലും ഇതുപോലെ ഡോക്ടർ എഞ്ചിനീയർ എന്നുള്ള ടൈറ്റിൽസ് ഹോൾഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിലും വിമണിന് ഡിഗ്രി എടുക്കാൻ പറ്റുന്നില്ല. വിമണിന് പലപ്പോഴും കൊടുക്കുന്നത് ഡിപ്ലോമയാണ്. അവരെ ഒരിക്കലും ഡോക്ടറെന്നും എഞ്ചിനീയറെന്നും വിളിക്കപ്പെടാത്ത രീതിയിൽ ആണ് ഇവരുടെ സിസ്റ്റം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. 1920s ആയ സമയത്താണ്
നമ്മളൊരു 1910s-20s വിമൻ ആക്ച്വലി എൻറ്റർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഉള്ള ഫീൽഡിൽ യൂണിവേഴ്സിറ്റിയിൽ കൂടുതലായിട്ട് വിമൻ എൻറ്റർ ചെയ്യുന്നത്. സോ 1910 തൊട്ട് മേ ബി 2020 വരെ ഉള്ള ഒരു 100-year പീരീഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. 90 to 100-year പീരീഡില് 90 to 100-year പീരീഡിനെ വെച്ചിട്ടാണ് ഇവിടുത്തെ കോട്ട് ആൻഡ് കോട്ട് ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ അളക്കുന്നത്. ഇതിനു മുമ്പേ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു, ജെൻഡർ ബയസ് നിലനിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. വൈക്കിംഗ് ഹിസ്റ്ററി എടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ള ഇവരുടെ മുഴുവൻ ഹിസ്റ്ററിയും ജെൻഡർ ബയസ് ഉള്ള ഹിസ്റ്ററി തന്നെയാണ്. അപ്പൊ ഈ ജെൻഡർ ബയസ് ഉള്ള ഹിസ്റ്ററിയിൽ സിസ്റ്റമിക് ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഒരു 30-40 years അല്ലെങ്കിൽ മേ ബി പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് വിമണിന്റെ ലേബറും വിമണിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും ആവശ്യം വന്നപ്പോ യൂറോപ്പിൽ വന്ന ചേഞ്ചസ് കുറച്ചും കൂടെ ആംപ്ലിഫൈഡ് ആയിട്ടാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ വരുന്നത്. സോ ഈ ഒരു ജെൻഡർ ബയസ് ഓൾറെഡി എക്സിസ്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ദം കാസ്റ്റിംഗ് ഔട്ട് റിലീജൻ മാത്രമല്ലല്ലോ സെക്സിസത്തിനെ അല്ലെങ്കിൽ ജെൻഡർ ബയസിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യം. ഇതുപോലെ ഈ സ്റ്റഡിയിൽ തന്നെ പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് പോലുള്ള കാര്യങ്ങളിൽ, സോഷ്യൽ വർക്ക് പോലുള്ള കാര്യങ്ങളിൽ വിമൻ കൂടുതലായിട്ട് വരുന്നത് അത് ഹൈ പേയിങ് ജോബ്സ് ആയി മാറിക്കഴിഞ്ഞു സ്കാൻഡിനേവിയയിൽ. സോ നമ്മളൊരു സയന്റിസ്റ്റിനുള്ള ഏകദേശം അതേ പേജ് തന്നെ സോഷ്യൽ വർക്കിന് കിട്ടുമ്പോൾ സോഷ്യൽ വർക്ക് ഓൺലി റിക്വയർസ് എ സ്മോളർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം ആൻഡ് ഓൾസോ മണി. അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് പലപ്പോഴും സോഷ്യൽ വർക്കിൽ പോകുന്നുണ്ട്. അപ്പൊ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വിമൻ ആർ ബെറ്റർ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്നുള്ള ഒരു ബയസിനെ ഇവര് പോളിസി മേക്കിങ്ങിലോട്ട് അത് കടന്നു വന്നത് കൊണ്ടാണ് വിമണിന് സോഷ്യൽ വർക്കിൽ പ്രിഫറൻസ് കിട്ടുന്നത്. അപ്പൊ വിമണിന് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നു, വിമണിന് ഇപ്പൊ ലെസർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം എഫേർട്ട് ആൻഡ് മണി ഉള്ള ഒരു സ്ഥലത്തേക്ക് വിമൺ പോകുന്നു. ഇതൊരു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയുടെ ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു എക്കണോമിക്സിന്റെയും ഹിസ്റ്റോറിക്കൽ ബയസസിന്റെയും ഫങ്ഷനിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നെതർലാൻഡ്സിലൊക്കെ ഉള്ള പോളിസി നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ വളരെ കുറവാകുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ എനിക്ക് സ്വീഡന്റെ കാര്യം മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റൂ, ബാക്കിയുള്ള കൺട്രീസ് ഞാൻ വായിച്ചിട്ടില്ല. സ്വീഡനിലും നെതർലാൻഡ്സിലുള്ള ഒരു കാര്യം, പോപ്പുലേഷൻ കുറഞ്ഞത് കൊണ്ട് വിമനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിന് എൻകറേജ് ചെയ്യുന്ന പോളിസീസ് ഉണ്ട്. കാരണം അവർക്ക് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യണം. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കൂടുതൽ കുട്ടികൾ ഉള്ള വീടുകൾക്ക് സബ്സിഡൈസേഷൻ കൂടുതലാകുന്ന രീതിയിലുള്ള വെൽഫെയർ പോളിസീസ് നെതർലാൻഡ്സിൽ വന്നു കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം 7-8 വർഷമായിട്ട്. ഞാൻ 2015 നെതർലാൻഡ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പോളിസി ഉണ്ട്. ഇങ്ങനെയുള്ള അപ്പം വിമൻ ആസ് കെയർ ഗിവർ, വിമൻ ആസ് മദർ, for women to produce more children, let them stay home എന്നുള്ള ഐഡിയാസ് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ജെൻഡർ ബയസ് ഡസന്റ് ഗോ അവേ just because there is a increase in terms of standards of living. ഈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്ത എല്ലാ സ്ഥലത്തും തന്നെ, അത് ബി ഇറ്റ് സ്കാൻഡിനേവിയൻ കൺട്രി, USA അല്ലെങ്കിൽ ഇന്ത്യയിലെ അപ്പർ മിഡിൽ ക്ലാസ് ഹൗസസിൽ നോക്കിയാലും യു വിൽ സി sexism reinventing itself and manifesting in other forms. അത് കൂടുതൽ കെയർ ഗീവിംഗിലായിരിക്കും, കൂടുതൽ ക്ലെൻലിനെസ് ആവശ്യപ്പെടുന്നതിലായിരിക്കും. വിമണിനെ എന്താണ് ഹോം ഡെക്കോറിൽ അല്ലെങ്കിൽ വിമണിനെ പർട്ടിക്കുലർ കൈൻഡ്സ് ഓഫ് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് കുട്ടികളുടെ പഠിത്തം പോലുള്ള കാര്യങ്ങളിൽ കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും. കാരണം ഈ സോഷ്യൽ പ്രഷർ, ഒരു സൈഡിൽ സോഷ്യൽ പ്രഷർ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ സൈഡിൽ ഒരു കൺസ്യൂമറിസ്റ്റ് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പല ഫങ്ഷൻസ് ഒരുമിച്ച് വന്നിട്ടാണ് വിമണിന്റെ ഒരു ജെൻഡർ റോള് ഡിഫൈൻ ചെയ്യുന്നത്. ആ ജെൻഡർ റോള് ഡിഫൈൻ ചെയ്യുന്ന കാരണമാണ് വിമൻ ഇതുപോലെ സ്റ്റെം ഫീൽഡ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാത്തതും, അല്ലെങ്കിൽ ഈ സോ കോൾഡ് ട്രഡീഷണൽ ഫെമിനൈൻ ജോബ്സ് അല്ല എന്നുള്ള വാദം ഇവിടെ പൊളിച്ചു കഴിഞ്ഞു ഇതിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഇങ്ങനെ വളരെ റിഡക്ഷനിസ്റ്റ് ആയിട്ട് പറയാതെ അത് കുറച്ചും കൂടെ ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും
നല്ലതെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ട്രഡീഷണൽ ഫെമിനിസ്റ്റ് തിയറി എന്ന് ആരും ഇവിടെ യൂസ് ചെയ്ത് കണ്ടു. ട്രഡീഷണൽ ഫെമിനിസ്റ്റ് തിയറി ഇങ്ങനെ ഒന്നല്ല പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ട്രഡീഷൻ യു ആർ ലുക്കിംഗ് അറ്റ്. രണ്ട് കൈൻഡ് ഓഫ് സ്കൂൾസ് ഓഫ് തോട്ട് ആണ്. ഇപ്പൊ നമ്മൾ 1930s ഫെമിനിസം ഒരു യൂണിവേഴ്സിറ്റി ബേസ്ഡ് അക്കാഡമിക് വിഷയമാകുന്നതും പോപ്പുലർ വിഷയമാകുന്നതും ഉള്ള രീതിയിൽ. ഒന്ന്, വിമൻ ഗേർഡാലറുടെയൊക്കെ വിമൻ ഹാവ് ബീൻ പാർട്ട് ഓഫ് ഹിസ്റ്ററി. Women have been part of civilizations. Some women, some elite women have benefited in the construction of religion, in the construction of civilization എന്നുള്ള ഒരു വാദം. രണ്ടാമത്തെ വാദം പറയുന്നത് കണ്ടീഷനിങ് ആണ്. ബട്ട്ലറൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സയൻസ് ലാംഗ്വേജ്, സയൻസിലൂടെ അല്ല, സയൻസ് ഒരു ഹ്യൂമൻ ലാംഗ്വേജിലോട്ട് എത്തിക്കുമ്പോൾ ആ ഡിസ്കോഴ്സിൽ തന്നെ ആന്റി വിമൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും ലിറ്ററേച്ചറും എല്ലാ സൊസൈറ്റി ലിറ്ററേച്ചർ ഹൗസ് ഹോൾഡ് ഡിവിഷനിങ്ങിന്റെ പാറ്റേൺ, നമ്മുടെ ജെൻഡർ നൗൺസ്, നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട് വേർബിന് കൊടുക്കുന്ന ജെൻഡറിങ്, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ കണ്ടീഷനിങ്ങിലൂടെ വിമൻ അതറൈസ് ചെയ്യപ്പെടുന്നത്. ഇത് രണ്ടുമാണ് ട്രഡീഷണൽ ഫെമിനിസ്റ്റ് തിയറി. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ഫെമിനിസ്റ്റ് തിയറി എന്നുള്ള ടേം യൂസ് ചെയ്ത ആൾ ഇതിന് കറക്റ്റ് വിപരീതമായിട്ടാണ് പറഞ്ഞത്. സോ നമുക്ക് അറിയാത്തൊരു തിയറി നമ്മൾ ഒരു സ്ഥലത്ത് കോട്ട് ചെയ്യരുത്. ഇതൊരു അപേക്ഷയും കൂടിയാണ്. സോ ഐ സ്റ്റോപ്പ് ദേർ. മേ ബി സുജിത് 1 minute and it goes to the other side. സുജിത് 1 minute. ലിസ്ബത്ത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം, ബട്ട് സോറി വി ആർ ഔട്ട് ഓഫ് ടൈം. സുജിത്, ഐ കാൻ ഹിയർ യു. ഇല്ല, കേൾക്കുന്നില്ല, കുറച്ചുകൂടെ സ്പീക്ക് അപ്പ്. എനിക്കൊരു പോയിന്റ് മാത്രം ചെയ്താൽ മതി. ഇവര് പറയുന്നത് സെക്സിസം എന്നൊരു കാര്യം കുറയ്ക്കുമ്പോൾ അത് മീൻസ് അവരെ എൻറോൾമെന്റ് കുറയുന്നു എന്നാണ്. അവര് ക്ലിയർ ആയിട്ട് ഒരു കോറിലേഷൻ കൊടുക്കണം. സെക്സിസം അല്ല, ജെൻഡർ ഗ്യാപ്പ് ആണ്, ഇഫ് ഐ ആം നോട്ട് റോങ്. ഓക്കേ, സ്പീക്ക് അപ്പ്. അല്ല സെക്സിസ്റ്റ് ആയ കൺട്രികളിൽ ഇത് കൂടുന്നു എന്നല്ല അവര് പറയുന്നത്. അല്ല, സെക്സിസം കുറഞ്ഞ കൺട്രികളിൽ. എറൻ ആശിഷ്, എന്താണ് എന്താണ് ജെൻഡർ ഗ്യാപ്പ് ആണോ സെക്സിസം ആണോ? ജെൻഡർ ഇൻഇക്വാലിറ്റി. ജെൻഡർ ഇൻഇക്വാലിറ്റി. അങ്ങനെയാണെങ്കിൽ ജെൻഡർ ആ വേരിയബിൾ എങ്ങനെ സെക്സിസം ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് ഇൻ എഡ്യൂക്കേഷനിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അത് കോറിലേറ്റഡ് ആണോ എന്നുള്ളത് ഒരു സ്റ്റഡിയും കൂടി അവർ പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് ജനറൽ ജെൻഡർ പേയും അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റിയും വെച്ചിട്ട് അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ്സ് ദ സെയിം ദിവ്യാസ് പോയിന്റ്. ഐ എം ജസ്റ്റ് മേക്കിംഗ് ഇറ്റ്. Okay. I will give 1 minute to Lisbeth as well. Last one. Where ആർക്കും ഇനി ഇതില്ല, പ്ലീസ് കൺക്ലൂഡ് ഇൻ 1 minute. Okay. താങ്ക് യു സോ മച്ച് റിജു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈക്ക് സ്കാൻഡിനേവിയ പോലത്തെ കൺട്രിയിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി കുറവാണ്, എന്നിട്ടും അവർ സ്റ്റെം ഫീൽഡ് ഓപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇന്ത്യയിൽ അതിനേക്കാളും 10 times കൂടുതലുണ്ട്, എന്നിട്ടും അവർ ഇവിടെ കൂടുതൽ വിമൻ സ്റ്റെം ഫീൽഡ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട്? അപ്പം ഞാൻ എൻ്റെ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ വുമൻ സ്റ്റെം ലൈക്ക് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്, ജോബിൽ വരുന്ന ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു മെയിൻ പ്രയോറിറ്റി ഇഷ്യൂ ആണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്നുള്ളത്. ഇവിടെയുള്ള മിക്ക ലൈക്ക് ഈ സ്റ്റെം ഫീൽഡ് അല്ലാതെ വേറെ ഓപ്ഷൻസും പറയുന്നത് തന്നെ ഓൾറെഡി ഭയങ്കര കുറവാണ്. ആൻഡ് സ്റ്റെം അല്ലാത്ത ഔട്ട് ഓഫ് ആ ഒരു കാറ്റഗറിയിലല്ലാത്ത വർക്ക്, അങ്ങനത്തെ ജോബ്സിന് സാലറിയും വളരെ കുറവാണ്. സോ ഇവിടെയുള്ള വുമൻ സ്റ്റെം ഫീൽഡിൽ ഇങ്ങനത്തെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗിൽ ഉണ്ടെങ്കിൽ പോലും അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. കാരണം വെച്ചാൽ അതിനേക്കാളും വലിയൊരു ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി. സോ അത് അവർ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഈ ജോബ്സിൽ ഉണ്ടെങ്കിൽ പോലും അത് ഫേസ് ചെയ്ത് അവർ ഓവർകം ചെയ്ത് അതിനുള്ള ആ ഒരു വില്ലുണ്ട്. ബിക്കോസ് ഇതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ അവർക്ക് ആ ഒരു വില്ലുണ്ട്. ബട്ട് സ്കാൻഡിനേവിയ പോലത്തെ കൺട്രിയിൽ എക്കണോമിക് വെൽഫെയർ കുറച്ചും കൂടി നല്ലതാണ്. അവിടെ ഓൾറെഡി സ്റ്റെം അല്ലാത്ത കുറെ ഫീൽഡ് അല്ലാതെ ബാക്കിയുള്ള ഫീൽഡിൽ കുറേ ഓപ്ഷൻസും ഉണ്ട്. ആൻഡ് ആ ജോബ്സിനൊക്കെ അത്യാവശ്യം ന്യായമായിട്ടുള്ള സാലറി ഉണ്ട്. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രയോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂ അല്ല. സോ അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ജോബ്സിൽ ഫേസ് ചെയ്യുന്ന ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് അവർ അത് ചൂസ് ചെയ്യാതെ ബാക്കിയുള്ള ഫീൽഡിലേക്ക് ഒതുങ്ങി കൂടാൻ നോക്കുന്നത്. അതാണ് മെയിൻ അതിന്റെ റീസൺ. ഇവിടെ കൂടുതൽ ഗേൾസ് സ്റ്റെം ഫീൽഡ് ഓപ്റ്റ് ചെയ്യുന്നതും അവിടെ കുറഞ്ഞു വരുന്നതും. ഓക്കെ ലിസ്ബത്ത്, താങ്ക് യു. അത്
ഒരു മിനിറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഞാൻ ഫേമായിട്ട് സ്റ്റാൻഡ് ചെയ്യുവാണ്. UAE, ഖത്തർ, ലെബനൻ പോലുള്ള കൺട്രീസിൽ യു നോ ഹൗ ഇറ്റ് വർക്ക്സ് ഓവർ ദെയർ, ഇഫ് യു ഹാവ് ബീൻ ദെയർ. അവിടെ ജെൻഡർ ഗ്യാപ്പ് കുറവാണെന്ന് പറയല്ലേ, പ്ലീസ് അത് ചെയ്യരുത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ആർ ഫൈനാൻഷ്യലി വെരി ഇൻഡിപെൻഡന്റ്. അതായത് ഗവൺമെന്റ് വിൽ സപ്പോർട്ട് ബോത്ത് മെൻ ആൻഡ് വുമൻ. ഇൻസൈൻ പ്ലീസ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അത് മാത്രമല്ല, ഇഫ് യു ആർ മാരീഡ് യു ഡോണ്ട് ഈവൻ ഹാവ് ടു ഗോ ടു വർക്ക്. വുമൺ ആണെങ്കിൽ യു ആർ 100% ടേക്കൺ കെയർ ഓഫ്. യു ആർ സ്പോയിൽഡ് ആക്ച്വലി. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ ഹാവ് സീൻ. Now the argument is on your side. You have 27 minutes or 30 minutes. All you. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. This is the last one. I won't take any counter arguments because this topic has been dragged for like a really long time. Whatever it is, ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ I am leaving it to the audience to come into a conclusion. Thank you so much. Okay, I'll start ചെയ്യട്ടെ. പറഞ്ഞോളൂ. Alright. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആശിഷ് തുടങ്ങിയത് തന്നെ കുറെ സ്ട്രോമാൻ വെച്ചോണ്ട് ടകട സ്ട്രോമാൻ അടിച്ചു. ആ സ്ട്രോമാൻ വെച്ചുകൊണ്ട് ഇമോഷണലി ഹൈപ്പർ ആയിട്ടാണ് ബാക്കി എല്ലാം പറഞ്ഞത്. ഏറ്റവും ആദ്യം തന്നെ ഒരു സ്ട്രോമാൻ കൊണ്ടുവന്നു. 2019 കറക്ഷൻ, 2020 കറക്ഷൻ എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്, 2020 സ്റ്റോയിൻ ഗെറി ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല. ആ എക്സ്പ്ലനേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ ഡീറ്റെയിലേക്ക് വരാം. ഒരു കാര്യം പറഞ്ഞു, ബയോളജിക്കൽ ഡിഫറൻസസ് ആണ്, എങ്ങനെയാണ് ജെൻഡർ ഇക്വാലിറ്റി ബയോളജിക്കൽ ഡിഫറൻസസ് ആണെന്ന് എങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യമാണ്. ബയോളജിക്കൽ ഡിഫറൻസസ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇതിലൂടെ മാത്രമല്ല ബാക്കി കാര്യങ്ങളിലൂടെ കൂടെയാണ് ഇൻഫർ ചെയ്യുന്നത്. അത് ധനുർ പറയും. ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർ ചെയ്യുന്നത് കൾച്ചറൽ കാര്യങ്ങളുണ്ട്. കൾച്ചറൽ കാര്യങ്ങൾ മിനിമൈസ് ചെയ്തപ്പോൾ എന്താണ് റിസൾട്ട് വന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. നമ്മൾ ഡയറക്ട്ലി അല്ല ഇൻഫർ ചെയ്യുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിൽ കൾച്ചറൽ ഫാസറ്റ്സ് മിനിമൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പുരുഷനും സ്ത്രീയും ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതല്ലാതെയും ബയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ തരുണ്ട് പറയും. നമ്പർ 3 പുള്ളി പറഞ്ഞ വേറൊരു സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രൊപ്പൻസിറ്റി മെജർ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കൊണ്ടുവന്നു? ഇവിടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രൊപ്പൻസിറ്റി മെജർ ചെയ്തെന്ന് ആരും പറഞ്ഞില്ല. അതും വേറൊരു മാസീവ് സ്ട്രോമാൻ. ഇനിയും വീണ്ടും ആൾക്കാർ കിടന്ന് കടിക്കുന്നതാണ് സെക്സിസം മെജർ ചെയ്യുന്ന. സെക്സിസം ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു, കോട്ട് അൺകോട്ട് സെക്സിസം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ചോയ്സസ് മാക്സിമൈസ് അല്ലെ റിലേറ്റീവ്ലി കൂടുന്ന സൊസൈറ്റീസിൽ എങ്ങനെയാണ് ബിഹേവിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഞാൻ വീണ്ടും അരവിന്ദ് ഒന്ന് ഞാൻ ഇന്റർഫിയർ ചെയ്യുവാണ്. ഡു യു തിങ്ക് ഇൻ ലെബനൻ, ഖത്തർ ആൻഡ് UAE women have the right to choose whatever place they want to go to? റിജു ഇന്ററപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിത് അല്ല സോറി, ഇതൊരു ഫാക്ച്വൽ എറർ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ വരാം. റിജു മുമ്പേ പറഞ്ഞില്ല ഇന്ററപ്റ്റ്. ഞാൻ ഇപ്പൊ ചെറുതായിട്ട് മാറിയോണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ 30 minutes അല്ലേ, ഇന്ററപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാം കയറി ഇന്ററപ്റ്റ് ചെയ്ത്. റിജുവിനോട് നമ്മളെ ടൈമാണോ നമുക്ക് പറയാലോ. റിജുവിനോട് റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, സുരേഷ് ഇന്റർഫിയർ ചെയ്തു, ജോസ്ഫിൻ ഇന്റർഫിയർ ചെയ്തു, ഫായിസിനെ മാത്രം താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. അത് റിജുവിന് നല്ലതാ തോന്നുന്നുണ്ടെങ്കിൽ അത് റിജുവിന്റെ ഐഡിയ പോലെ റിജു ചെയ്തോ. ഇല്ല ജോസഫിൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. സുരേഷ് ചെയ്തു നേരത്തെ. ഫായിസിന് ഞാനൊരു ചാൻസ് കൊടുത്തതാണ്. ഫായിസിന് ഞാൻ ഒരു ചാൻസ് കൊടുത്തിട്ടാണ് താഴോട്ട് എത്തിയത്. പ്ലീസ് അങ്ങനെ പറയാം. പറഞ്ഞോളൂ. ഇല്ല ഫായിസ് 2 പ്രാവശ്യം നിങ്ങൾക്ക് 30 minutes ആർഗ്യുമെന്റ് ടൈം തന്നത് നമുക്ക് മോഡറേറ്റേഴ്സ് തെറ്റ് ചെയ്താണോ ശരിയാണോ ചെയ്തെന്നുള്ള കാര്യത്തിലല്ല. അത് വേണം നിങ്ങൾക്ക് അല്ല സോറി നിങ്ങൾക്ക് ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാം. ആർഗ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. അല്ലല്ല നോ റിജു, there is no point. See, നമ്മൾ സാപ്പിയൻസ് നമ്മൾ പുട്ട് ഫോർ ചെയ്യുന്ന തിങ്സ് ഒന്നും ഇങ്ങനെയൊന്നും അല്ല. സംസാരം 30 minutes കൂട്ടൂല. അരവിന്ദ് ഞാൻ നേരത്തെ അരവിന്ദ് പറയട്ടെ, ഞാൻ മോഡറേറ്റർ എന്ന രീതിയിൽ 2 ഇടത്തുനിന്നും ആർഗ്യുമെന്റ് വന്നപ്പോൾ എന്റെ ഡൗട്ട്സ് ഞാൻ 2 ഇടത്തും ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ഡൗട്ടാണ് ഞാനിപ്പോ അരവിന്ദിനോട് ചോദിച്ചത്. ഇത് ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, അപ്പോൾ അരവിന്ദിന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് എന്റെ 2ാമത്തെ ഡൗട്ട് ചോദിക്കുന്നത്. ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. പറ്റുമെങ്കിൽ അതിന് ആൻസർ തരാം. ആക്സി പ്ലീസ് മ്യൂസിക്കിലേക്ക് വരാം. ഞാൻ വരാം. ഈ പറഞ്ഞ റിജു പറഞ്ഞ അതൊരു ചെറിയ അതെ അരവിന്ദ് ഒന്ന് സൗണ്ട് കൂട്ടി പറയണേ, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. റിജു ഞാൻ എല്ലാ പോയിന്റിലേക്കും പറയാം. ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ ഫ്ലോ പോയതുകൊണ്ട് ആദ്യം പറഞ്ഞത് 2020 കറക്ഷൻ, 2019 കറക്ഷൻ. ശരിയാണ്, 2019 കറക്ഷൻ. അത് കഴിഞ്ഞിട്ട് സോയിൻ ഗെറി ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് എന്താണ് കാര്യം. ബയോളജിക്കൽ ഡിഫറൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സെക്സിസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്റെ പോയിന്റ് സെക്സിസം ഞാൻ കോട്ട് ആൻഡ് കോട്ടിലാണ് പറഞ്ഞത്. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ചോയ്സസ് കൂടുന്ന കൺട്രീസിൽ എങ്ങനെയാണ് ബിഹേവിയർ എന്നാണ് നമ്മൾ കാണാൻ പറ്റുന്നത്.
എങ്ങനെയാണ് നമ്മൾ സ്ത്രീകളുടെ ചോയ്സസ് കൂടുതലാണെന്ന് നോക്കുന്നത്. ഇതാണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. എന്താണ് ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്? ഇവിടെ വേറൊരു സ്ട്രോമൻ വന്നത് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ടോ? ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്താണെന്ന് എടുത്ത് ഗൂഗിൾ ചെയ്ത പോലെ ചോദിക്കുന്നതിന്റെ പ്രശ്നമാണിത്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെജർ ചെയ്യുന്നത് ഹെൽത്ത് കെയറിലും എക്കണോമിക്സിലും പൊളിറ്റിക്കലിലും എഡ്യൂക്കേഷൻ ഫീൽഡിലും സ്ത്രീകളുടെ പെർഫോമൻസ് റെപ്രസെന്റേഷൻ ആണ് നോക്കുന്നത് കേട്ടോ. പൊളിറ്റിക്കൽ ഫീൽഡ് റെപ്രസെന്റ് ഹെൽത്ത് ലൈഫ് സ്പാൻ ആണ് നോക്കുന്നത്. ടെർഷറി എഡ്യൂക്കേഷൻ റെപ്രസെന്റേഷൻ ആണ് നോക്കുന്നത്. ഇങ്ങനെയാണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെജർ ചെയ്യുന്നത്. സോ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ലോകത്ത് എല്ലാവരും സൈറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ഫീൽഡ് ഒരു പാരാമീറ്റർ ആണ്. അതുകൊണ്ടാണ് ഇവർ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എടുത്തത്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സസിൽ ജെൻഡർ ഗ്യാപ്പ് കുറവായ കൺട്രീസിനെയാണ് നമ്മൾ ഈഗാലിറ്റേറിയൻ കൺട്രീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്കാൻഡിനേവിയ പോലത്തെ കൺട്രീസ് ഈക്വൽ ആണെന്ന് പറയുന്നത്. നിങ്ങൾ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇക്വാലിറ്റിയുടെ മെജർ അല്ല എന്ന് പറഞ്ഞ് പുതിയ ആർഗ്യുമെന്റ് കൊണ്ടുവരാണെങ്കിൽ അതിന് നിങ്ങൾ ഒരു ഇൻഡെക്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ട് വേണം. നിങ്ങൾ ഇങ്ങനെ അതെ നിങ്ങൾ ഇങ്ങനെ ഈ സ്ലിപ്പറി സ്ലോപ്പ് കളിച്ച് നിങ്ങൾ ടാർഗറ്റ് ഹോപ്പ് ചെയ്യാൻ പാടില്ല. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ലോകത്തെ ബേസിക്കലി എല്ലാ പോളിസി മെഷേഴ്സും നടക്കുന്ന ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ബേസ്ഡ് ആണ്. ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഫ്ലോഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതൊരു ടാർഗറ്റ് ഹോപ്പിംഗ് ആണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് യൂണിവേഴ്സലി അക്ലെയിം യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന പോളിസിയിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. UN യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ഒരു മേജർ ഫ്ലോ നമ്മുടെ ആശിഷ് ആണെന്ന് പറഞ്ഞ കാര്യമാണ്. പുള്ളി എന്താ ചെയ്തതെന്നറിയോ? പുള്ളി ഈ ഓരോ പോയിന്റ് എടുത്തിട്ട് കണ്ടോ ഇതിൽ കൂടുതലാണ്, ഇതിൽ കുറവാണ്, ഇതിൽ കൂടുതലാണ്, ഇതിൽ കുറവാണെന്ന് പറഞ്ഞു. അതായത് സ്കാൻഡിനേവിയയിൽ കൂടുതലാണ്, US കുറവാണ്. ഇങ്ങനെ ഓരോ പോയിന്റ് ചെറിയിപ്പിക്കുക എഴുതും. ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ ഒരു ഗ്രാഫ് വരച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുന്നത്. ആ സ്ട്രെയിറ്റ് ലൈന്റെ റിഗ്രഷൻ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ആ പേപ്പറിൽ ആ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. ആ ഗ്രാഫിനത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ആ ഗ്രാഫിനകത്ത് ഒബ്വിയസ്ലി എക്സ് ആക്സിസിനോട് ചായുന്ന സ്ഥലം കാണും, Y ആക്സിസിനോട് ചായുന്ന സ്ഥലം കാണും. പക്ഷേ എന്നിട്ടും ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ആ പാറ്റേൺ വളരെ ക്ലിയർ ആണ്. ആ ഗ്രാഫ് എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മൈനർ ഡിഫറൻസസ് കൊണ്ട് ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എക്സ് ആക്സിസ് Y ആക്സിസ് ഈ ഇത്ര നേരം ആശിഷ് പറഞ്ഞ പോയിന്റ് ബേസിക്കലി ഇവിടെ എക്സ് ആക്സിസിലോട് ചായുന്നുണ്ടോ, ഇവിടെ Y ആക്സിസിൽ ചായുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ശരി? അതാണ് ആശിഷ് പറഞ്ഞ പോയിന്റ്. അതൊരു സയന്റിഫിക്കലി വാലിഡ് പോയിന്റേ അല്ല. പെർഫെക്റ്റ് ലൈൻ ഒരിക്കലും കിട്ടത്തില്ല. ഇനിയും നമ്പർ അൾജീരിയയുടെ പോയിന്റ് പറഞ്ഞു. ഈ പോയിന്റ് ഞാൻ ഏറ്റവും ആദ്യം ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞ പോയിന്റ് ആണ് ഈ അൾജീരിയയുടെ പോയിന്റ്. അൾജീരിയയുടെ പോയിന്റും വേറൊരു പോയിന്റും കൂടെയാണ് ഈ 2020 റിപ്പോർട്ടലിൽ സോഡൻഗേരി പറഞ്ഞത്. ഞാൻ വീണ്ടും പറയുന്നത്, ആ 2020 റിപ്പോർട്ടിൽ എടുത്ത് വായിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല. അതിൽ അവർ പറഞ്ഞത് എന്താണ്? അൾജീരിയയുടെ സ്പെസിഫിക് എക്സാമ്പിൾ എടുത്തിട്ട് പറയുന്നത്. അൾജീരിയയിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അൾജീരിയയിൽ 53% ആണ് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ സ്റ്റെമ്മിൽ. എന്നിട്ടും അൾജീരിയയുടെ സ്കോർ കുറവാണ്. എന്തുകൊണ്ടാണ് സ്കോർ? അൾജീരിയയുടെ സ്കോർ എന്ന 40 എന്നുള്ള സ്കോർ ആണ് വന്നത്. അതൊരു നോർമലൈസ് സ്കോർ ആണ്. എങ്ങനെയാണ് നോർമലൈസ് സ്കോർ ആവുന്നത്? അൾജീരിയയിൽ 63% ഈ പറഞ്ഞ സ്റ്റെം ഫീൽഡിലെ 63% ഗ്രാജുവേറ്റ്സ് സ്ത്രീകളാണ്. എന്നിട്ടും 53% മാത്രമേ സ്ത്രീകൾ സ്റ്റെം ഫീൽഡിൽ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അതായത് പ്രൊപ്പൻസിറ്റി അവർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ്. സ്ത്രീയെയും പുരുഷന്റെയും നമ്പേഴ്സ് എന്താ പറയുന്നത് നോർമലൈസ് ചെയ്യുമ്പോഴാണ്, കൺട്രോൾ ചെയ്യുമ്പോഴാണ് രണ്ടും 50-50. അപ്പൊ റെപ്രസെന്റേഷനിലെ നമ്പേഴ്സ് കുറയുമ്പോഴും കൂടുമ്പോഴും അവരതിനെ കൺട്രോൾ ചെയ്ത് 50-50 ആക്കുവാണ്. സോ ആ ബയസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഫണ്ടമെന്റൽ പോയിന്റ് ആണ്. ആ ഫണ്ടമെന്റൽ പോയിന്റ് വായിക്കാത്തതുകൊണ്ടാണ് ഇത്രയും പോളിസീസ് വീണ്ടും കൊണ്ടുവരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാൻ മനസ്സിലാവാത്തവർക്ക്, 63% ആണ് അൾജീരിയയിലെ ടോട്ടൽ ഗ്രാജുവേറ്റ്സ്. അതിനകത്ത് 53% മാത്രമേ ഉള്ളൂ സ്ത്രീകൾ. സോ അത് 50-50 ആയിട്ട് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ലെസ് ദാൻ 50% ആണ്. അങ്ങനെയാണ് അവർ ഇതായിരുന്നു അവർ പറഞ്ഞ കറക്ഷൻ. ഈ കറക്ഷൻ ആണ് പറഞ്ഞത്. അവർ എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, ഈ കറക്ഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു വ്യത്യാസം വരത്തില്ല. കാരണം ഇവർ ഈ കറക്ഷൻ വെച്ചുകൊണ്ടാണ് ആ സ്റ്റഡി ചെയ്ത ഒറിജിനലി ചെയ്തത് തന്നെ. ഇനിയും വന്ന കുറെ ആർഗ്യുമെന്റ്സ് ബേസിക്കലി ഇതാണ്. ഞാൻ ഈ സ്പെസിഫിക്കലി ഈ പറഞ്ഞ പോയിന്റ്സിന്റെ റിബട്ടലാണ്. സ്റ്റഡിയുടെ റിബട്ടൽസ്, ഈ സ്റ്റഡിയിൽ ഒരു റിബട്ടൽ ഉണ്ടായിരുന്നു. റിച്ചേർഡ്സൺ ചെയ്ത് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, അവർ ഈ പാരാമീറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് സോഡൻഗേരി തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു പാരാമീറ്ററിൽ ഇട്ട് കൊടുത്തു. അപ്പൊ അതിനകത്ത് ഈ റിസൾട്ട് വരുന്നില്ല. അപ്പൊ ഇതിനെ വീണ്ടും സോഡൻഗേരി റെസ്പോണ്ട് ചെയ്തിങ്ങനെയാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം ലോകത്ത് എല്ലായിടത്തും ആക്സെപ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ്. ഞങ്ങൾ ആ പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്തേ ഉള്ളൂ. ഈ ഡേറ്റ വെച്ച് കൊടുത്തേ ഉള്ളൂ. ഈ ഡേറ്റ ഇത് സിമ്പിൾ ഡേറ്റ ക്രഞ്ചിങ് ആണ്. ഇങ്ങനെ നമ്പേഴ്സ് എടുക്കാൻ ഇങ്ങോട്ട് പുട്ട് ചെയ്യുക. ആ പുട്ട് ചെയ്തപ്പോഴാണ് വരത്തെ. ഇപ്പൊ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് എല്ലാം ഒന്ന് നിങ്ങൾ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ശരിക്കും സെക്സ് മെജർ ചെയ്യുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പറയണം എന്താണ് പ്രോപ്പർലി സെക്സിസം മെജർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി മെജർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ചോയ്സ് മെജർ ചെയ്യാത്ത ഒരു പാരാമീറ്റർ ഉണ്ടോ എന്ന് പറയണം. ഈ എൻറ്റയർ സ്റ്റഡിയുടെ ബേസ് ലോകത്ത് മൊത്തം പോളിസി മേക്കിംഗ് യൂസ് ചെയ്യുന്ന ഒരു ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ഇതാണ് സ്റ്റഡിയെ കുറിച്ച് പറയാനുള്ള സ്പെസിഫിക് പോയിന്റ്സ്. ഞാൻ ധനരോട് ചോദിച്ചാൽ ധനർ സ്പെസിഫിക്കലി ബയോളജിക്കൽ വ്യത്യാസങ്ങൾ പറഞ്ഞു തരും. ഈ ടോയ്സിന്റെ കാര്യവും അത് ഹ്യൂമൻസിൽ മാത്രമല്ല മങ്കീസിന്റെ കാര്യമുണ്ട്. സോ അതിലേക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം. ഓക്കെ,
ഹലോ പറയാമോ? ഒരു മിനിറ്റ് സുരേഷ് പ്ലീസ്, അവരുടെ ടൈം ഇന്റർഫിയർ ചെയ്യില്ല. ഓക്കെ, ഞാൻ ചെറിയ കുറച്ച് കാര്യം പറയാനുള്ളൂ. നേരത്തെ ആഡ് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഇപ്പം ഒരു സെക്കൻഡ്, അതായത് ഇൻ കേസ് ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വീണ്ടും വീണ്ടും പറയുവാണ്, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ജെൻഡർ നോംസ് ഇല്ല എന്ന് പറയുന്നില്ല, അവരുടെ സ്ത്രീകൾക്ക് അഗേൻസ്റ്റ് ബയസ് ഇല്ല എന്ന് പറയുന്നില്ല. ഇന്ത്യയിൽ 10 times ജെൻഡർ ഇക്വാലിറ്റി കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, ഞാനൊരു ഉപമയാണ് ഉപയോഗിച്ചത്. ഈ ജെൻഡർ ഗ്യാപ്പ് കുറവുള്ള കൺട്രി, ജെൻഡർ ഇക്വാലിറ്റി കുറവുള്ള കൺട്രീസിൽ സ്ത്രീകളുടെ ചോയ്സ് മാക്സിമൈസ് ആവപ്പെടുന്നില്ല എന്ന് എല്ലാവരും അഗ്രി ചെയ്യുന്നതല്ലേ? ജെൻഡർ ഇക്വാലിറ്റി കൂടുതലുള്ള കൺട്രീസിൽ സ്ത്രീകൾക്ക് ചോയ്സ് കൂടുതലുണ്ടെന്ന് ആരെങ്കിലും ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ഓരോരോ പോയിന്റ് ജെൻഡർ ബയസ് ഇൻ സ്റ്റെം ഫീൽഡിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു പാരാമീറ്റർ നിങ്ങൾ പ്രൂവ് ചെയ്യുവാണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ്, നിങ്ങൾ അതിനെ വെരിഫൈ ചെയ്ത് പറഞ്ഞു. ഇങ്ങനെ അൺഫോൾസിഫൈബിൾ ആയിട്ടുള്ള ക്ലെയിംസ് എടുത്തുകൊണ്ട് വരരുത്. ഇവിടെ നടന്നെന്ന് പറഞ്ഞാൽ ഓവറോൾ ജെൻഡർ ഗ്യാപ്പ് കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ കണ്ടത്? ഈ ഡിഫറൻസസ് കൂടി വരിക. ഇത് ഈ സ്റ്റെം ഫീൽഡ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഫീൽഡ്സിലും ഉണ്ട്, വേറെ പല കാര്യങ്ങളിലും ഉണ്ട്. ഇനിയും ബയോളജിക്കൽ ഡിഫറൻസിനെ കുറിച്ച് ഓക്കെ നേരത്തെ അരവിന്ദേട്ടൻ പറഞ്ഞ തന്നെ ഇതിൽ നിന്നല്ല നമ്മൾ നേരിട്ടൊരു ബയോളജിക്കൽ ബിഹേവിയേഴ്സ് അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ 1997 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ സൈമൺ ഫിലിപ്പ് ബാരൻകോൺ, ഹീസ് എ സൈക്കോളജിസ്റ്റ്, പുള്ളിക്കാരൻ നടത്തിയ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ കോട്ട് ചെയ്ത എംപത്തൈസർ കോഷ്യന്റ് ആൻഡ് സിസ്റ്റമൈസർ കോഷ്യന്റ് ഓൺ മെയിൽ ആൻഡ് ഫീമെയിൽ ബ്രെയിൻസ്. ഇതിനകത്ത് മെയിൽ ബ്രെയിൻസ് കൂടുതലും സിസ്റ്റമൈസർ കോഷ്യന്റ് ആണ്. അവരുടെ കൂടുതൽ ട്രൈബ്സ് ആൻഡ് സൈഡ് വൈസ്, അവർ കൂടുതൽ ബയസ്ഡ് മീൻസ് എൻജോയിങ് ബ്രേക്ക് ഡൗൺ, അനാലൈസിംഗ് സിസ്റ്റം, ടണൽ വിഷൻ, കൂടുതൽ ഫോക്കസ്, അങ്ങനത്തുള്ള മേഖലയിലേക്ക് കൂടുതൽ ഒരു ചായ്വ് കാണും. ഇത് സൈമൺ ബാരൻ കോഹൻ റിസർച്ച് ആയിരുന്നു, അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഇൻഫറൻസ് ആയിരുന്നു. ബേസിക്കലി ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ സൈമൺ ബാരൻ കോഹന്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ അബൌട്ട് ഓട്ടിസം ആൻഡ് ന്യൂറോളജിക്കൽ സെക്സ് ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അതായത് സിസ്റ്റമൈസേഴ്സ് ബ്രെയിൻ, മോർ സിസ്റ്റമൈസ് ബ്രെയിനെ ചൂസ് ചെയ്യുമ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്, മീൻസ് എൻറ്റയർലി രണ്ടുപേരും EQ ആൻഡ് SQ ആയിട്ട് ഡിവൈഡർ ആണെന്നല്ല. മെയിൽസിൽ 53% സിസ്റ്റമൈസർ ബിഹേവിയേഴ്സ് ആണ് മെയിൽ ബ്രെയിൻസിൽ, ഫീമെയിൽസിൽ അത് 44% ഉള്ളൂ. ബട്ട് രണ്ടിലും ഒരു റഫ്ലി ബാലൻസ്ഡ് സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ബയോളജിക്കലി ഇൻട്രൈറ്റ് ആയിട്ട് മെയിൽ ബ്രെയിൻസ് ആർ മോർ സിസ്റ്റമൈസേഴ്സ്. അതുകൊണ്ടാണ് മീൻസ് ഓർ പ്രിമിറ്റീവ്സ് കൂടുതലും ഹണ്ടർ ഗാദേഴ്സ് ആയിട്ട് മെയിൽ പോയതും ഹൗസ് ഹോൾഡേഴ്സ് ആയിട്ട് ഫീമെയിൽസ് നിന്നിട്ടുള്ളത്. ബിക്കോസ് ദേ ആർ മോർ ടണൽ വിഷൻ, മോർ കേപ്പബിൾ ഇൻ സിസ്റ്റമൈസ്ഡ് ജോബ്സ്. അത് ആഡ് ചെയ്യാനുള്ളൂ. ദാറ്റ്സ് ഓൾ. റിസർച്ച് വാസ് സൈമൺ ബാരൻ കോഹൻ സ്റ്റഡി. സുരേഷ് പറയില്ല, ഒരു മിനിറ്റ്. യു ഹാവ് സ്റ്റിൽ ഒരു 10 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടോ? ഇത് ലിസ്ബത്ത് പറഞ്ഞ പോലെ ഒരു എക്കണോമിക്കൽ നോംസ് ഇതിന്റെ അകത്ത് ഇന്ററാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചായിരുന്നു. അതിന് എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ? അതെ, ഓക്കെ, അത് ഞാൻ പറയാം. അത് ലിസ്ബത്ത് ആക്ച്വലി പറഞ്ഞ ഒരു നല്ല പോയിന്റ് ആണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കുറവാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു നല്ല പോയിന്റ് ആണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകൾക്ക് കിട്ടുമ്പോൾ അവരെന്താണ് ചൂസ് ചെയ്യുന്നത്? അത് ആ പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. സ്ത്രീകളുടെ ചോയ്സസ് കൂടുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ചോയ്സസ് ഇല്ല. ആ ആർഗ്യുമെന്റ് തന്നെയാണ് എലിസബത്ത് ഇപ്പൊ പറഞ്ഞത്. എന്റെ ആർഗ്യുമെന്റ് തന്നെയാണ്. ജെൻഡർ ഇക്വാലിറ്റി കുറവായിട്ടുള്ള കൺട്രീസിൽ, അതായത് നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെജർ ചെയ്യുന്നത് എന്താ? അതിനകത്ത് ഒരു പാരാമീറ്റർ ആണ് എക്കണോമിക് ഫ്രീഡവും ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ പാരാമീറ്റേഴ്സും ഇല്ല. ഈ കാര്യങ്ങളെല്ലാം കുറവായിട്ടുള്ള ഒരു കൺട്രി, ജെൻഡർ ഇനീക്വൽ കൺട്രി ആയിട്ടാണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഇങ്ങനത്തെ കൺട്രീസിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കുറവായിരിക്കും. പക്ഷേ സ്ത്രീകൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൂടുമ്പോഴും സ്ത്രീകളുടെ ചോയ്സസ് മാക്സിമൈസ് ആകുമ്പോഴും സ്ത്രീകൾക്ക് ഫ്രീഡം കൂടുതൽ കിട്ടുന്ന കൺട്രീസ് റിലേറ്റീവ്ലി, വീണ്ടും പറയുന്നു, ആ കൺട്രീസിൽ 0 ആണെന്ന് പറയുന്നില്ല, സ്ത്രീകൾക്ക് ആബ്സല്യൂട്ട് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെജർ ചെയ്യുമ്പോഴത്തേക്ക് കുറവായിട്ടുള്ള ജെൻഡർ ഗ്യാപ്പ് കൂടുതലായിട്ടുള്ള കൺട്രീസിനെക്കാട്ടി എന്തായാലും കൂടുതലാണ് എന്നുള്ള കാര്യം എല്ലാവരും അഗ്രി ചെയ്യുന്നതല്ലേ? അപ്പം ഫ്രീഡം കൂടുമ്പോഴത്തേക്ക്, സ്ത്രീകളുടെ ചോയ്സസ് കൂടുമ്പോഴത്തേക്ക്, സ്ത്രീകളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൂടുമ്പോഴത്തേക്ക് സ്ത്രീകൾ when they are not, they are relatively under less pressure, they make some choices which they like. ഈ സ്റ്റോർട്ടൻ ഗീറിയുടെ സ്റ്റഡിയുടെ ആ ബേസിസ് തന്നെ ഇൻട്രസ്റ്റ് എന്തുമാത്രമാണെന്നുള്ള ഒരു മാസീവ് സ്റ്റഡി ബേസ് ആയിരുന്നു. അതിനകത്ത് ബോയ്സിനെയും ഗേൾസിനെയും നോക്കുമ്പോൾ അവർ കാണുന്നത് വെച്ചാൽ അബിലിറ്റിയിൽ വ്യത്യാസമില്ലെങ്കിലും അവർക്ക് താല്പര്യങ്ങൾ അപ്പൊ തന്നെ മാറ്റമുണ്ട്. സോ ഇതായിരുന്നു ആ സ്റ്റോർട്ടൻ ഗീറിയുടെ പോയിന്റ് തന്നെ. ഓൾറൈറ്റ്. പിന്നെ ഒരു നമ്മുടെ ഫയാസിനെ കൂടെ കയറ്റി വന്നാല് ഒരു മിനിറ്റ്, അത് അവരുടെ ടൈമാണ്. പ്ലീസ് അത് ആഡ് ചെയ്യാം. വരുന്ന ടൈമിൽ ഐ എം ഗിവിംഗ് ലിസ്ബത്ത് ടു റെസ്പോണ്ട് സോ ദാറ്റ് യു ഗൈസ് ക്യാൻ റെസ്പോണ്ട്. കാരണം ലിസ്ബത്തിന് ഒരു മിനിറ്റ് ആഡ് കിട്ടുള്ളൂ. ലിസ്ബത്ത് യു ക്യാൻ റെസ്പോണ്ട്. കൗണ്ടറാണ്. ഒരു മിനിറ്റ് ലിസ്ബത്ത്, ഒരു മിനിറ്റ്. മുഹമ്മദ് സുശീൽ ആരെങ്കിലും ഒന്ന് ആഡ് ചെയ്തോണേ. ഫാസ്റ്റ് ഡി റേ എന്ന് പറഞ്ഞ ആളല്ലേ? അതല്ലേ ആള്? അതെ. ഓക്കെ.
ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇൻഡിവിജ്വലി വുമൺ ഫേസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആണ്. ആൻഡ് അവർക്ക് വേറെ ഓപ്ഷൻസും കുറവാണ്. കൈൻഡ് ഓഫ് ഇപ്പോൾ ഈ സ്റ്റെം അല്ലാത്ത വേറൊരു ഫീൽഡ് ചൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ അധികം എന്താ പറയുക ഓപ്ഷൻസും ഇല്ല. ആൻഡ് ഉള്ള ഓപ്ഷൻസിൽ തന്നെ സാലറി വളരെ കുറവാണ്. ആ ഒരു സംഭവം ഉണ്ട്. ബട്ട് ഈ സ്കാൻഡിനേവിയ പോലത്തെ സ്ഥലത്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അത്യാവശ്യമുണ്ട് എല്ലാവർക്കും. ആൻഡ് ഔട്ട് ഓഫ് സ്റ്റെം ഫീൽഡിൽ ഓപ്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് സാലറിയും കമ്പാരിറ്റീവ്ലി ഫെയർ ആണ്. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് അവരുടെ വൺ ഓഫ് ടോപ്പ് ഇഷ്യൂസ് അല്ല, അവർ ഫേസ് ചെയ്യുന്ന ടോപ്പ് ഇഷ്യൂസ് അല്ല. ബട്ട് ജെൻഡർ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഈ ജോബ് ബേസ്ഡ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് അതാണ് അവരുടെ മെയിൻ ഇഷ്യൂ അവിടത്തെ. ലൈക്ക് നമ്മളുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും കുറവാണെങ്കിലും അതിനേക്കാളും കൂടുതൽ നിൽക്കുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആണ്. ബട്ട് അവിടെ ജെൻഡർ ഇനീക്വാലിറ്റി നമ്മളെക്കാളും കുറവാണെങ്കിലും ബട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഒട്ടും തന്നെ ഇല്ല. സോ അവരുടെ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്നത് ജെൻഡർ ഈ ജോബ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെയാണ് അവരുടെ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ബാക്കിയുള്ള ഓപ്ഷൻസ് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. സോ അവർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബ്സ് ചൂസ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അരവിന്ദ് പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്തല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് വന്നു, ഇപ്പൊ അരവിന്ദ് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നല്ലോ ഇന്ത്യയിൽ കൂടുതൽ ഈ പറയുന്ന പോലെ പേട്രിയാർക്കി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ളവർ എന്തുകൊണ്ട് സ്റ്റെം ഫീൽഡ് ചൂസ് ചെയ്യുന്നു? അതിനേക്കാളും കമ്പാരിറ്റീവ്ലി അപ്പുറത്ത് ഈ സ്കാൻഡിനേവിയ പോലത്തെ കൺട്രീസിൽ ജെൻഡർ ഇനീക്വാലിറ്റി കമ്പാരിറ്റീവ്ലി സുരേഷ് ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടോ അത് കഴിഞ്ഞ് വരാവേ. നിങ്ങളുടെ മറ്റേ ആള് വന്നായിരുന്നു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സുശീല മറ്റേ ആളെ കിട്ടിയായിരുന്നോ? മറ്റേ ആളെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുണ്ടോ ഇവിടെ? സുരേഷ് പറഞ്ഞിട്ട് നിങ്ങള് ആക്സി പ്ലീസ്. ഞങ്ങളുടെ ടൈമാണ് ഫാസ്റ്റിന് വന്നിട്ടില്ല. സുരേഷ് ചേട്ടൻ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പറയുള്ളൂ. ഞാൻ നിങ്ങളുടെ ആർഗ്യുമെന്റിലേക്കുള്ള ടൈം കൺസിഡർ ചെയ്യുന്നതാണ്. ഈ വന്ന ടൈം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, അരവിന്ദ് ടെക്നിക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ തീർച്ചയായും അതേ ലാംഗ്വേജിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പാരാമീറ്റർ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തു, ആ ഡാറ്റയെ നിങ്ങൾ പ്ലോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറയുന്നത് ആ പാറ്റേൺ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ പാറ്റേൺ ആണ്. സ്ട്രേറ്റ് ലൈനിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ, അതായത് റിഗ്രഷൻ ലൈൻ യൂസ് ചെയ്യുന്നത് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. റിഗ്രഷൻ അങ്ങനെ മാത്രമല്ല ചെയ്യുക. നിങ്ങൾ പാരാമീറ്റർ മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു രീതിയിലാണ് പാറ്റേൺ വന്നെങ്കിൽ നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രാഫും വരാം. അപ്പൊ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ട് പ്ലോട്ട് ചെയ്യേണ്ട ഒരു സാധനത്തിനെ, ഒരു ഡാറ്റയെ നിങ്ങൾ ഉപയോഗിച്ച ഡാറ്റ കൊണ്ട് ലീനിയർ ആയിട്ട് പ്ലോട്ട് ചെയ്തു. ആ ലീനിയർ പ്ലോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റ് അതിൽ സംഭവിക്കാവുന്നതാണ്. ഒരു റിഗ്രഷൻ കൊണ്ട് എക്സാക്ട് റിസൾട്ട് കിട്ടും നിങ്ങൾ ശടിക്കരുത്. നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ഡാറ്റയാണ് നിങ്ങൾ റിഗ്രഷൻ ലൈൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് റിഗ്രഷൻ ലൈൻ ആയിരിക്കണം എന്നില്ല. മേ ബി അതൊരു ഫിറ്റഡ് കർവ്, അതായത് നോൺ ലീനിയർ കർവിനെ ആയിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ഫിറ്റ് ചെയ്യേണ്ടി വരിക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഫ്രണ്ട് വന്നോ? ഇല്ല, അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ആ മേളിലേക്ക് കയറി വരുന്നില്ല. ഞാൻ സോറി, നോ മോർ കൗണ്ടർ. 7 minutes. ഞങ്ങൾ 2 പ്രാവശ്യം ആ സഹോദരന് ഇൻവൈറ്റ് കൊടുത്തു. ആ സഹോദരൻ മേളിലേക്ക് കയറാതെ ഇരിക്കുന്നത് ഞങ്ങളുടെ തെറ്റല്ല. ഞാൻ സംസാരിച്ചോട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഫാസ് വന്നില്ലെങ്കിൽ നമ്മൾ ലീവ് ചെയ്യും. ഫാസ് വരട്ടെ. ഫാസ് വന്നില്ലെങ്കിൽ ഓക്കെ, എനിക്ക് ആദ്യം പറയാനുള്ളത് ഓക്കെ, ഈ സ്റ്റഡീസിനൊക്കെ ഇതായിട്ട് പറയേണ്ടത് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ അവിടുത്തെ ഗവൺമെന്റ് തന്നെ ട്രൈ ചെയ്തത് മാക്സിമം ഫീമെയിൽസിനെ ഈ സ്റ്റെം ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്കൂൾ ലെവൽ തൊട്ട് ഇവരെ മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അതും പോരാഞ്ഞ് വെൽഫെയർ പോളിസീസും വെച്ചോ 50% അധികം റിസർവേഷൻ വെച്ച് അത്രയും ട്രൈ ചെയ്ത് മാക്സിമം ഗവൺമെന്റ്
ഈ ഫീമെയിൽസിനെ സ്റ്റെം ഫീൽഡിലേക്ക് ഈക്വലി കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അത് നടന്നില്ല. ഇതാണ് ഈ ജെൻഡർ പാരഡോക്സ് എന്നറിയപ്പെടുന്നത്. സോ ഗവൺമെന്റ് മാക്സിമം ട്രൈ ചെയ്തിട്ടും കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതിന്റെ കാരണമായിട്ട് നടത്തിയ സ്റ്റഡീനെ പറ്റി മാത്രമേ പറഞ്ഞോളൂ. സോ ഇതിന്റെ റീസൺ കൂടിയുണ്ട്. സോ ഈ പറയുന്ന ജെൻഡർ സ്റ്റീരിയോടൈപ്സ് കാരണമാണ് ഇങ്ങനെ വരുന്നതെന്ന് അത് കംപ്ലീറ്റ്ലി തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഗവൺമെന്റ് ഉൾപ്പെടെ ട്രൈ ചെയ്ത് വരുത്താൻ നോക്കിയൊരു ഇതാണിത്. അരവിന്ദ് ബാക്കിയുണ്ട്. ഓക്കെ, ഞാനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ആഡ് No, ചെയ്യാം. no, wait. ഞങ്ങളുടെ No counters. It's their time. It's their time. Very sorry. No counters. No counters. പറഞ്ഞോളൂ അരവിന്ദ്, ഉണ്ടോ എന്തെങ്കിലും പറയണ്ടോ? ഒരു പിയർ റിവ്യൂഡ് സ്റ്റഡി എടുത്തിട്ട് അതിനടുത്ത് നോക്കുപോലും ചെയ്യാതെ ടെക്നിക്കൽ സോഫിസ്ട്രി എടുക്കുകയാണ് ചെയ്തത്. അതിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിനകത്ത് ലീനിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നോൺ ലീനിയർ ചെയ്യേണ്ട ആവശ്യം. വളരെ ഒരു സിമ്പിൾ മെട്രിക് ആണ് അവർ ചെയ്തത്. അവർ ചെയ്ത പാരാമീറ്റർ പലതവണ പറഞ്ഞു. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്നുള്ളൊരു പാരാമീറ്റർ. ബാക്കി പാരാമീറ്റേഴ്സ് എന്താ? അവർ ചെയ്ത ഒരു സർവേയിൽ സെൽഫ് റിപ്പോർട്ടഡ്, ആണുങ്ങളും പെണ്ണുങ്ങളും സെൽഫ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇത്. സോ ഇത് അതിനേക്കുള്ള നോൺസെൻസ് ഞാൻ റിപ്പോർട്ട് ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. ഇനിയും ലിസ്ബത്ത് പറഞ്ഞ കാര്യം, അതിനകത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതിനകത്ത് ലിസ്ബത്ത് പറഞ്ഞു ജെൻഡർ സ്റ്റെം ഫീൽഡിൽ കയറുന്നതിന്റെ ജെൻഡർ ബയസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഇൻഡെക്സ് ലിസ്ബത്ത് ഉണ്ടാക്കി. അത് ഇങ്ങനത്തെ ക്ലെയിംസ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളാണത് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സ്റ്റെം ഫീൽഡ്സിൽ കയറാൻ ജെൻഡർ ബയസ് ഒരു പാരാമീറ്റർ ഉണ്ട്. അത് പല കൺട്രീസിലും പലതാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഞങ്ങൾ ചെയ്തേക്കുന്നത് ഒരു ലാർജ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി മെഷർ ആണ്. ഇനി ഈ സ്റ്റെം ഫീൽഡിൽ പ്രജഡിസ് ഉണ്ട് എന്ന് ലിസ്ബത്തിന്റെ പോയിന്റ് പോലും ഇപ്പൊ എറൺ റിബട്ട് ചെയ്തു. അവിടുത്തെ ഗവൺമെന്റ് പോളിസി തന്നെ എങ്ങനെയെങ്കിലും ഇവരെ കയറ്റുകയെന്നുള്ളതാണ്. സോ ബാക്കി ലിസ്ബത്ത് പറഞ്ഞതെല്ലാം ആക്ച്വലി ലിസ്ബത്ത് പറഞ്ഞ എന്റെ പോയിന്റ് ആണ്. ലിസ്ബത്തിന് അത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ലിസ്ബത്തെ ഇൻഡിപെൻഡൻസ് കൂടുമ്പോൾ, സ്ത്രീകളുടെ ചോയ്സസ് കൂടുമ്പോഴാണ് പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റെം അല്ലാത്ത ഫീൽഡിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞാല് വാസിനോടും ത്രൂ ഇവിടെ തന്നൂരും ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റഡി ഇല്ലായിരുന്നോ, ടോയ്സിന്റെ സ്റ്റഡിയും റീസസ് മങ്കീസിലെ സ്റ്റഡിയും ഇല്ലായിരുന്നു. എത്രമാത്രം പ്രൊപ്പൻസിറ്റി ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രന് ഈ ടോയ്സിലേക്ക് ഉള്ളെന്നുള്ള കാര്യം ഡീറ്റെയിലിൽ പറഞ്ഞത് ആരായിരുന്നു? പാസ് ആയിരുന്നോ തന്നൂരായിരുന്നോ? എനിക്ക് ഓർമ്മ പാസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പാസിനെ വിളിക്കാൻ പറയുന്നത്. ഒരൊറ്റ സുരേഷ് ചേട്ടന് ഇതായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റയിൽ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഫാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് മെസ്സേജ് വന്നു. ഗ്രേറ്റ്, വി ഹാവ് സെൻഡ് ദം ആൻ ഇൻവൈറ്റ്. Sushil, we don't have to prove Sushil. We have invited him. We don't have to prove anything. രണ്ട് മിനിറ്റ് പറഞ്ഞോളൂ. എന്ത് വേണേലും പറയാം. 2 മിനിറ്റ്. ഭാരത് മാതാ കി ജയ് പറയണോ? പറഞ്ഞോളൂ. 2 മിനിറ്റ് ഉണ്ട്. പാസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് വിളിച്ചേരെ വരും. ഗ്രീഷ്മനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. ഗ്രീഷ്മ, സോറി വെരി സോറി. നോ മോർ ഇൻവൈറ്റ്സ്, നോ മോർ കൗണ്ടർ. സുരേഷ് ചേട്ടന് മാത്രം കൗണ്ടർ ചെയ്യാം. ബിക്കോസ് ഈ ചലഞ്ച് സുരേഷ് ചേട്ടൻ, അതുകൊണ്ട് മാത്രം കൗണ്ടർ ചെയ്യാം. നോ മോർ റിപ്ലൈസ്. സോറി, ഞങ്ങൾ സോറി നോട്ട് പോസിബിൾ. ടോയ്സിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. No, wait. Arvind, wait. Dhanur, wait. Faz വന്നോ? Is Faz there? ഉണ്ട്. ലിസണർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫാസ് ഇപ്പോഴും തീരുമാനം പറയാം. ഇവരിങ്ങനെ ബയാസ് ആയിട്ട് ആഡ് ചെയ്യൽ പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം നിങ്ങൾ ഇതിന് മുന്നേ എത്രയോ ആളുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. ആശിഷ് നേരത്തെ വേൾഡ് എക്കോണമിക് ഫോറം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കോട്ട് ചെയ്തുകൊണ്ടാണ് കുറെ നേരം സംസാരിച്ചത്. നേരത്തെ സുരേഷ് സാർ പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ ഒരു വേഗ് തിയറി ക്രിയേറ്റ് ചെയ്തിട്ട് റിച്ചർഡ് ഫൈൻമാനെ കോട്ട് ചെയ്തിട്ടാണ് സുരേഷ് സാർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. റിച്ചർഡ് ഫൈൻമാൻ പറഞ്ഞ പോലെ വേഗ് തിയറി ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റ അതിനെ സജസ്റ്റ് ചെയ്യാനുള്ള രീതിക്ക് മാറ്റാമെന്ന് സുരേഷ് സാർ പറഞ്ഞില്ലേ? ലിറ്ററലി വേൾഡ് എക്കോണമിക് അതിന്റെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഐ ലിറ്ററലി കോട്ട് ദം. എന്റെ കയ്യിൽ അതിന്റെ എവിഡൻസ് ഉണ്ട്. ഐ എം ജസ്റ്റ് കോട്ടിങ് ദം. 1 minute. ജെൻഡർ ഈക്വാലിറ്റി ഇൻഡെക്സ് വേൾഡ് എക്കോണമിക് ഫോറം എടുത്തപ്പോൾ അവര് ചെയ്ത ഒരു ലൈക്ക് വിമൺ ആണ് ഒപ്രസ്ഡ് എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തത്. ജെൻഡർ ഈക്വാലിറ്റി വേഴ്സസ് വിമൻ എംപവർമെന്റ് 2014 വേൾഡ് എക്കോണമിക് ഫോറത്തിൽ പറഞ്ഞത് the third distinguishing feature of World Gender Gap Index is that it ranks countries according to the proximity to gender equality rather than to women's empowerment. Our aim is to focus on whether the gap between women and men in chosen indicators has declined rather than whether women are winning the battle of sexes.
Hence, the index rewards countries that reaches the point where outcome for women equal those for men, but it neither rewards or nor penalizes in case which in women are outperforming when men in particular indicators in some countries. Thus, a country that has higher enrollment for girls rather than boys in secondary school will score equal to a country where girls and boys enrollment in the same. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വിമൻ മെന്നിനേക്കാളും ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിലും അതിനെ അവർ ഒപ്രസ്ഡ് ആണ് എന്നൊരു നരേറ്റീവ് കാണിക്കാൻ വേണ്ടി ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യും. അതേസമയം മെൻ വിമനേക്കാളും ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ മെൻ വിമനെ ഒപ്രസ് ചെയ്യും എന്നുള്ളൊരു നരേറ്റീവിൽ കൊണ്ടുവരും. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സെക്ടറിൽ വിമൻ മെന്നിനേക്കാളും ഔട്ട് പെർഫോം ചെയ്താലും ഒരു സെക്ടറിൽ മെൻ വുമണിനേക്കാളും ഔട്ട് പെർഫോം ചെയ്താലും ടോട്ടൽ ഡാറ്റ എടുക്കുമ്പോൾ അവരുടെ നരേഷനിൽ വരുന്നത് മെൻ ആർ ഒപ്രസിംഗ് വുമൺ എന്നുള്ളൊരു നരേറ്റീവ് ആണ്. അത്രയും സ്ക്യൂഡ് ആയിട്ട് വേഗമായിട്ട് ചെയ്യുന്ന ഒരു തിയറിയെ ബാക്ക് ചെയ്തുകൊണ്ട് ആശിഷ് അത്രയും നേരം സംസാരിച്ചത് എന്തിനാണെന്ന് അറിയില്ല. പിന്നെ റിജു നേരത്തെ യുനെസ്കോയുടെ കാര്യം പറഞ്ഞു, അത് എന്ത് പാരാമീറ്ററിലാണ് എന്നൊന്നും റിജു എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഹവർ ലെറ്റ് മീ പോയിന്റ് ഔട്ട് യുഎനിന്റെ ബയസും കൂടി ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. യുഎനിന്റെ ബയസ് പ്രകാരം ലൈഫ് എക്സ്പെക്ടൻസി മെഷേഴ്സ് 6% വ്യത്യാസമുണ്ട്. അത് ബയോളജിക്കൽ ഫാക്ടർ ആണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് യുഎൻ അത് ബയസ് ചെയ്യാണ്. അതേസമയം പ്രഗ്നൻസി ഡെത്ത് എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടർ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് റീസൺ അതല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസിയിൽ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തുകൊണ്ട് കൺസിഡർ ചെയ്തോല? വാർസ്, ഓയിൽ റൈറ്റ്സ് വർക്ക്സ്, വർക്ക് പ്ലേസ് ഡെത്ത്, ഇതൊന്നും കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് ബയോളജിക്കൽ റീസൺ ആണ്. ഒരു മിനിറ്റ് കൺക്ലൂഡ്, ഒറ്റ മിനിറ്റേ ഉള്ള 1 minute. ഇതേപോലെ ബയസ് ചെയ്യുന്ന ഒരു ഡേറ്റ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഡേറ്റയിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടും അത് ബയസ്ഡ് ആണെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ അത് ബയസ്ഡ് ആയിട്ട് എനിക്ക് പ്രൂവ് ചെയ്തൂടെ എന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത 2 ഡേറ്റാസ് ഇറ്റ് ഈസ് ലിറ്ററലി ബയസ്ഡ് എന്ന് എവിഡൻസ് സഹിതം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞത് തിയറിറ്റിക്കൽ ആയിട്ടാണ്, വിത്ത് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ 2 ഡേറ്റാസും വേഗമാണെന്നുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനുണ്ട്. റിജു, ഞാൻ ഒരു മിനിറ്റ്, ആദ്യം എന്നോടായിരുന്നു ഇത്. ഞാൻ പറഞ്ഞത് ഒരു ഡേറ്റ അല്ല, ഞാൻ പറഞ്ഞത് യുനെസ്കോയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കൗണ്ടർ ചെയ്ത് എല്ലാവരും താഴോട്ട് മൂവ് ചെയ്യുവാണ്. സോറി, താങ്ക് യു ഫോർ യുവർ ടൈം. അതാണ് ഒരു കാര്യം. ഒരു മിനിറ്റ്, ഷാൻ ഓഡിയൻസ് ആരും അടിയല്ലേ പ്ലീസ്. ലാസ്ലി ലൈഫ് ഓക്കെ. ഞാൻ പറഞ്ഞത് യുണിസെഫിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ സൈറ്റിൽ ഇവർ സൈറ്റ് ചെയ്തേക്കുന്ന ഏത് സ്റ്റഡി ആയിരുന്നു? 2 സ്റ്റഡിയിൽ ഒരു സ്റ്റഡിയിൽ വെച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. യുണിസെഫിന്റെ ഒറിജിനൽ സ്റ്റഡിയാണ്. ആ പാരാമീറ്റേഴ്സ് റൈറ്റ് അല്ലെന്ന് യുണിസെഫ് തന്നെ പറയുന്നതാണ് കണ്ടത്. പിന്നെ സുരേഷ് ചേട്ടൻ പറഞ്ഞോളൂ, കൗണ്ടർ പറഞ്ഞോളൂ. ദെൻ വി ആർ വൈൻഡിങ് അപ്പ്, നോ മോർ ആർഗ്യുമെന്റ്സ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു ശാസ്ത്രജ്ഞയും കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പഠിച്ച മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് ഞാനിവിടെ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. ആ ആർഗ്യുമെന്റ് ഞാൻ ഇപ്പൊ പറയാം എന്താണെന്ന്. നമ്മുടെ ഇന്ത്യയിലത്തെ കോളേജസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഞാൻ പുതിയൊരു സ്റ്റഡി പറയാണ്. കോളേജസിലെ മെയിൽ സ്റ്റുഡൻസും ഫീമെയിൽ സ്റ്റുഡൻസിന്റെ ഒരു കണക്കെടുക്കാണ്. വേണ്ട, നമ്മൾക്ക് സോഷ്യൽ സയൻസ് അങ്ങ് വിടുക, ഹ്യൂമാനിറ്റീസ് അങ്ങ് വിടുക, മാത്തമാറ്റിക്സും ഫിസിക്സും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റി, IIT, IISc, CMI, നമ്മൾ എവിടെ വേണമെങ്കിൽ പോവാം. എല്ലാ സ്ഥലത്തും പോയി ഈ ഡാറ്റ കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡാറ്റ കളക്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് ഇവർ പറഞ്ഞ പോലെ ഒരു റിഗ്രഷൻ, ഒരു പർട്ടിക്കുലർ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഒരു സാമ്പിൾ സ്റ്റഡി നടത്താണ്. സാമ്പിൾ സ്റ്റഡി നമ്മൾ റിഗ്രഷൻ ലൈനിലേക്ക് പോകുമ്പോൾ ഷുവറായിട്ടും പറയാം, ഞാൻ പറയുന്നത്, ഞാൻ അഗെയിൻസ്റ്റ് വെക്കുന്ന വേരിയബിൾ ഇതാണ്, ഗേൾസിന്റെ ബുദ്ധിയാണ് കൂടുതൽ എന്നുള്ളതാണ് എന്റെ വേരിയബിൾ. അതാണ് എഫക്ട് ചെയ്യുന്നത്. ഗേൾസിന്റെ ബുദ്ധിയാണ്, അതായത് ബുദ്ധിയാണ് ഞാൻ വെക്കുന്നത്, ജെൻഡർ ബുദ്ധിയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ പറയാണ് എന്റെ ഡാറ്റ പെർട്ടിക്കുലർ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രേറ്റ് ലൈൻ പിൻ പോയിന്റ് ചെയ്യുന്നത് ഗേൾസിന്റെ ബുദ്ധി എന്നുള്ളതിനെ ആയിരിക്കും. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഗേൾസിനാണ് ഇന്ത്യയിൽ ബുദ്ധി കൂടുതൽ എന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്താൽ അത് എത്രത്തോളം വിഡ്ഢിത്തമുണ്ടോ ആ വിഡ്ഢിത്തമാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സുരേഷ്, പോയിന്റ് ക്ലിയർ ആണ്. അപ്പം നിങ്ങൾ കേട്ടതാണ് 2 ഇതിലുള്ള ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും. റെസ്റ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. ഒരു ടീം പറയുന്ന സ്റ്റഡിയാണ് അതിൽ പറയുന്നത്. ഓക്കെ, എന്താണ് സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ഈക്വേറ്റ് ആവുകയാണെങ്കിൽ വുമൻ വിൽ ചൂസ് one kind of job and men will choose other kind of job regardless of whatever the things are. രണ്ടാമത്തെ വേ പറയുന്നത് ഈ സെറ്റ് ചെയ്യുന്ന സ്റ്റഡിക്കുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് they are not proper because the different countries and different parameters need to be addressed because it is a social experiment and there are ഒരുപാട് വേരിയബിൾസ് ഉണ്ടെന്ന്. ദിസ് ഇസ് നോട്ട് എ കൺട്രോൾ സ്റ്റഡി. ഇതാണ് ഒരു ടൈഡിലുള്ള ആർഗ്യുമെന്റ്. അതിനുള്ള ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും കേട്ടു. അടുത്ത പ്രാവശ്യം കാണുന്നത് വരേക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.
we are closing the room. Okay.